ഇത്തരത്തിലൊരു അവസരം നൽകിയ സിനു ഉൾപ്പെടുന്ന എയിംനയുടെ ഒരു ടീമിന് നന്ദി അറിയിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വ്യക്തിപരമായ എനിക്ക് പറയാനുള്ള കാര്യം, കേവലം ഒരു നഴ്സിംഗ് സംഘടന എന്നതിലുപരിയായിട്ട് നഴ്സിംഗ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അവരുടെ അപ്ഗ്രഡേഷന് വേണ്ടിയും, അതേപോലെ തന്നെ അവർക്ക് ഏറ്റവും മോശം അവസ്ഥയിലുള്ള ഒരാൾക്കാണെങ്കിൽ പോലും സർക്കാർ സർവീസിലും അതേപോലെ തന്നെ നിലനിൽപ്പിന് വേണ്ടി ഒരു ജോലിയും ഒക്കെ ലഭ്യമാകാൻ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ വർക്ക് ചെയ്ത് പ്രവർത്തിച്ച് ഓരോരുത്തരെയും അവരവരുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിലാണ് എനിക്ക് എയിമിനെ പറ്റി മനസ്സിലായത്. എനിവേ, ഇത്തരത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ സംഘടന ചെയ്യുന്നുണ്ട്. PSC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രീ കോച്ചിങ് ക്ലാസ്, അതേപോലെ തന്നെ OET ക്ലാസ്സസ്, അതേപോലെ ജർമ്മൻ ക്ലാസ്സസ്. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലാരിഫൈ ചെയ്യാനും വേണ്ടിയുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പല കാറ്റഗറിയിലുള്ള ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ടാവാം. ഒന്ന്, നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം കുറേ അധികം കാലം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, നല്ല ഗ്യാപ്പുള്ള ആൾക്കാർ, ഏകദേശം 7, 8, 9 കൊല്ലമൊക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, അല്ലെങ്കിൽ 7th സെം, 8th സെം ഒക്കെ നിൽക്കുന്ന ആൾക്കാർ. അതേപോലെ തന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ് സർ. ഒരു ജോലി അന്വേഷിച്ച് മടുത്ത് ഇനി നമുക്ക് ഈ ഒരു പ്രൊഫഷൻ തന്നെ ഒരു ശാപമായി പോയെന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ, ഒരു വിജയിച്ച ഒരു ഗ്രൂപ്പ് ആൾക്കാർ, അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ പഠിച്ചു, അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റി, അത്തരത്തിലുള്ള ആൾക്കാർ, ഇവരെല്ലാവരും ചേർന്ന ഒരു ഗ്രൂപ്പിന് മുന്നിലേക്കാണ് ഞാനിപ്പോൾ ഒരു പ്രസൻറ്റേഷനുമായിട്ട് എത്തുന്നത്. സോ പല ആൾക്കാരും പല രീതിയിലായിരിക്കും കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തതകൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. അത് ക്ലാരിഫൈ ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ ഈ വെബിനാറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു മലയാളി സംഘടനയാണ് അല്ലേ? മലയാളി നഴ്സസിൻ്റെ സംഘടനയാണ്. അപ്പം നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും ഉള്ള അവസരങ്ങളെപ്പറ്റി കൃത്യമായിട്ടും ചർച്ച ചെയ്യുന്നു. അതിനു മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കോപ്പാണ്. നിങ്ങൾ GNM അല്ലെങ്കിൽ BSc കഴിഞ്ഞ ഒരാളാണ് എന്ന് കരുതുക. നിങ്ങൾ നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങൾ ക്ലിനിക്കൽ സൈഡിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 3 സ്ഥലങ്ങളിൽ, സർക്കാർ മേഖലകളിൽ നിങ്ങൾക്ക് ജോലി നേടിയെടുക്കാൻ പറ്റും. ഒന്നാമത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയാണ്. അതിൻ്റെ സെലക്ഷൻ ത്രൂ PSC എക്സാമിനേഷനാണ് നടക്കുന്നത്. 2 തരത്തിലുള്ള എക്സാമിനേഷൻ ഇപ്പോൾ പോസിബിളാണ്. ഒന്ന് DME, രണ്ടാമത് DHS. ഒന്ന് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഒന്ന് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ബേസിക്കായിട്ടൊന്നും പലരും ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിൽ റേസ് ചെയ്യപ്പെടുന്ന വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് DME തലത്തിലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നത്. അതേസമയം മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ടുള്ള അതർ ഹെൽത്ത് സർവീസസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ തൊട്ട് താലൂക്ക് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ, CHSC, അതേപോലെ PHC പോലുള്ള ഗ്രാസ് റൂട്ട് ലെവൽ വരെയുള്ള ഹോസ്പിറ്റലുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് DHS വഴിയാണ്. നമ്മളിവിടെ പ്രധാനമായിട്ടും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ എൻ്റെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ പല ആൾക്കാരും ഈ ഒരു പ്രൊഫഷൻ കഴിഞ്ഞതിന് ശേഷം 1-2 തവണ നഴ്സിംഗ് എക്സാമിനേഷൻ എഴുതി, കൃത്യമായിട്ടും പഠിക്കാതെ നഴ്സിംഗ് എക്സാമിനേഷൻ എഴുതി അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ വന്നതുകൊണ്ട് അവർ മറ്റ് തരത്തിലുള്ള PSCകൾ എഴുതാൻ വേണ്ടി പോകുന്നുണ്ട്.
ഞാനൊരു അക്കാദമിയിൽ ഒരു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു കുട്ടി എന്നെ വന്ന് പരിചയപ്പെട്ടു. പരിചയപ്പെട്ടതിന് ശേഷം എന്നോട് പറഞ്ഞ ഒരു കാര്യം, ആ കുട്ടി LDCക്ക് വേണ്ടി അതേ അക്കാദമിയിൽ പഠിക്കുന്നു. അപ്പോൾ ഞാൻ LDC എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റി എനിക്കറിയാവുന്ന ഇൻഫോർമേഷൻ ഞാൻ പറയുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റിംഗ് ലഭ്യമാകുന്ന ഒരു തസ്തികയാണ് LDC എന്ന് പറയുന്നത്. പക്ഷേ LDC എന്ന് പറയുന്ന തസ്തികയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾക്കാരുടെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 20 ലക്ഷം പേരാണ്. 20 ലക്ഷം പേർക്ക്, അല്ലെങ്കിൽ 20 ലക്ഷം പേര് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആ ഒരു തസ്തികയ്ക്ക് നടക്കുന്ന പോസ്റ്റിംഗ് 5000 തൊട്ട് 10000 വരെയാണ്. നമ്മൾ അതിൻ്റെ അപ്പർ ലിമിറ്റ് തന്നെ എടുക്കുന്നു 10000. 10000 എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന 200-ൽ ഒരാൾക്ക് ജോലി കിട്ടുന്നു. നമ്മുടെ കേരളത്തിൽ DME, DHS ഈ 2 തസ്തികകൾ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ DMEക്ക് ഏകദേശം ഒരു 2500-ഓളം പോസ്റ്റിംഗ് നടക്കുന്നു. DHSന് ഏകദേശം 2500-ഓളം പോസ്റ്റിംഗ് നടക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നിങ്ങൾക്കറിയാം JPHനുണ്ട്, ANM പോസ്റ്റുകൾ നടക്കുന്നുണ്ട്, IMS ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഉണ്ട്, ഹോമിയോ നഴ്സസ് ഉണ്ട്, ആയുർവേദ നഴ്സസ് ഉണ്ട്. ഇതെല്ലാം നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസാണ്. റഫായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നു നമ്മളൊരു 6000 പോസ്റ്റിംഗ് 3 വർഷ കാലയളവിൽ നടക്കുന്നു എന്ന് കരുതുക. അങ്ങനെ കരുതുകയാണെങ്കിൽ ഇനി എത്ര പേര് ഇതിനു വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നു എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് തേടണം. മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 30,000 ആപ്ലിക്കൻ്റാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. 30,000 ആപ്ലിക്കൻ്റ് വരുന്നതിനകത്ത് ഏകദേശം 24,000 25,000 പേരാണ് പരീക്ഷ എഴുതുന്നതെന്ന് കൂടി തിരിച്ചറിയുക. പോട്ടെ, 30,000 പേരും എഴുതിയെന്ന് കരുതുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന 5-ൽ ഒരാൾക്ക് ജോലിയാണ്. ചിന്തിച്ചു നോക്കുക. 200-ൽ ഒരാൾക്ക് ജോലി കിട്ടുന്ന LDCക്ക് വേണ്ടി BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം അതേ സർവീസ് ആ കുട്ടി പഠിച്ച പ്രൊഫഷനിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ജോലി എടുക്കാൻ പറ്റുന്ന സാധ്യത നിലനിൽക്കുന്നിടത്ത് നിന്നാണ് അതിനെപ്പറ്റിയുള്ള വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ട് ആ വ്യക്തി ആ ഒരു റൂട്ടിലേക്ക് തിരിഞ്ഞു പോകുന്നത്. നിങ്ങൾക്കറിയാം, നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയ്ക്ക് ബേസിക് സാലറി വരുന്ന 39,300 രൂപയാണ്. അതേസമയം LDCക്ക് വരുന്ന 26,500 രൂപയാണ്. അതിൻ്റെ 1.5 മടങ്ങ് കൂടുതൽ സാലറിയാണ് ഈ വ്യക്തിക്ക് കിട്ടുന്ന ബേസിക് സാലറി. ബേസിക്കാണ് പറയുന്നത് കേട്ടോ. ടോട്ടൽ എത്ര കിട്ടും, ഗ്രോസ് എത്ര കിട്ടുമെന്നൊക്കെ നമുക്ക് വഴിയേ പറയാം, കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഞാൻ പറഞ്ഞു പോവുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു റൈറ്റ് പ്രൊഫഷനിലാണ്. 200-ൽ ഒരാൾക്ക് ജോലി നേടാൻ കഴിയുന്ന LDC പോലുള്ള PSC തസ്തികകൾക്ക് വേണ്ടിയല്ല നിങ്ങൾ നിങ്ങളുടെ സമയം കളയേണ്ടത്. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന 5-ൽ ഒരാൾക്ക് ജോലി ഉറപ്പാക്കുന്ന നഴ്സിംഗ് തസ്തികയ്ക്ക് വേണ്ടി, നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയ്ക്ക് വേണ്ടി നിങ്ങൾ പോരാട്ടം ആരംഭിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇത് ഞാൻ സ്റ്റേറ്റ് സർവീസ് മാത്രമാണ് പറഞ്ഞത്. കേരളത്തിൽ ഏകദേശം 10,000-ഓളം പോസ്റ്റിംഗ് സെൻട്രൽ ഗവൺമെൻറ് ലെവലിൽ നടക്കുന്നുണ്ട് ഓരോ വർഷവും. എയിംസ് നോർസെറ്റിൽ മാത്രം 3,500 തൊട്ട് 5,000 പോസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അത് വേറെ. ഇതിനെല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി എഴുതുന്നത് ഈ പറഞ്ഞ നഴ്സിംഗ് നോളജാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയർ തൊട്ട് ഫൈനൽ ഇയർ വരെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ആ കണ്ടൻ്റാണ് എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത്. ഞാനിവിടെ പറഞ്ഞു, കേരളത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. കേരളത്തിലെ GNM എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഗ്രൂപ്പ്, അവർ കേവലം 17-ാമത്തെ വയസ്സിൽ അവർ ഒരു സ്കൂൾ ഓഫ് നഴ്സിംഗ് ജോയിൻ ചെയ്താൽ 20-ാമത്തെ വയസ്സിൽ അവർക്ക് കോഴ്സ് കഴിഞ്ഞിറങ്ങാം, അല്ലെങ്കിൽ 21-ാമത്തെ വയസ്സിൽ. ആ സമയത്ത് ഒരു സർക്കാർ സർവീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ 2 സീറ്റ് അവർക്ക് റിസർവ്ഡ് ആണ്. ഇപ്പോൾ അത് 1 സീറ്റായിട്ട് ചുരുക്കിയിട്ടുണ്ട്. കാരണം ഒരു സീറ്റും ഫില്ലാകുന്നില്ല, അതാ പ്രശ്നം. എന്തിനു വേണ്ടിയാണ്? MBBSന് വേണ്ടി. സർക്കാർ സർവീസിൽ നിന്ന് നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി മിനിമം ക്വാളിഫയിങ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ
ആ വ്യക്തി ഒരു MBBS സ്റ്റുഡൻ്റായിട്ട് മാറുകയാണ്. 5 കൊല്ലം MBBS പഠിച്ചാൽ 26-ാമത്തെ വയസ്സിൽ ആ വ്യക്തി ഒരു ഡോക്ടറായിട്ട് മാറുന്നു. എത്ര പേർക്ക് ഇൻഫോർമേഷൻ അറിയാം? നമ്മൾ നീറ്റ് എന്ന് പറയുന്ന ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ 3-4 കൊല്ലം പല എൻട്രൻസ് അക്കാദമിയിൽ നമ്മുടെ മക്കളെ വിടുന്നു, അല്ലെങ്കിൽ പലരും പോയി പഠിക്കുന്നു. അവിടെയാണ് ഇത്തരത്തിലൊരു ചാനൽ ഓപ്പൺ ആയിരിക്കുന്നത്. അതും കഴിഞ്ഞില്ല. അവിടെ നിന്ന് MBBS കഴിഞ്ഞ് വരുന്ന ആൾക്ക് സർക്കാർ കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? സർക്കാർ സർവീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നോട്ട് എ നഴ്സിംഗ് ഓഫീസർ, ആസ് എ മെഡിക്കൽ ഓഫീസർ. തിരിച്ചറിയുക. അത് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഞാനൊന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇനി നമുക്കുള്ള അവസരങ്ങളെ പറ്റി ഒന്ന് സംസാരിക്കാം. അപ്പോൾ DMA DHSനെ പറ്റി നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ് ജോബിനെ പറ്റി നമുക്ക് സംസാരിക്കണം. നമുക്ക് കേരളത്തിൽ ലഭ്യമാകുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോലികൾ എന്തൊക്കെയാണ്? കേരളത്തിൽ BSc നഴ്സിംഗ് അല്ലെ GNM കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഒരു കേന്ദ്ര സർവീസിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ SCT ആണ്, ശ്രീചിത്ര. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്റ്റാർട്ടിംഗ് സാലറി അറൗണ്ട് 1.25 lakh. ഗ്രോസ് പേ ആണ് പറയുന്നത്, ഗ്രോസ് പേ. പിടുത്തമൊക്കെ കഴിഞ്ഞ് വരുന്നത് പിന്നീട് പറയാം. ആലോചിച്ച് നോക്കുക. നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസിലേക്ക് ഒരു അണ്ടർ സെക്രട്ടറി തലത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം, അണ്ടർ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IAS ഓഫീസറിന് താഴെ ജോലി ചെയ്യുന്ന വ്യക്തി, എത്ര പേർക്കറിയാം? കേവലം 20 വയസ്സ് അല്ലെ 21 വയസ്സിലുള്ള ഒരു നേട്ടത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പണ്ട് ഞാനിത് സംസാരിക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്നോട് പറഞ്ഞു, സാർ, എൻ്റെ ചേട്ടൻ BSc കഴിഞ്ഞു, MSc കഴിഞ്ഞു, PhD കഴിഞ്ഞു, MPhil കഴിഞ്ഞു, സെറ്റ് കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം 75 ലക്ഷം രൂപ കൊടുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ കയറി. ആ വ്യക്തിക്ക് കിട്ടുന്ന ശമ്പളം 85,000 രൂപയാണ്. കുറച്ചു കാലം മുമ്പാണ്. അപ്പം നമുക്ക് ഇത്രയും കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ ഞാൻ ഒരാളുടെ സാലറി സ്ലിപ്പ് റേസ് ചെയ്യേണ്ടി വന്നു, കാണിക്കേണ്ടി വന്നു. ഈ കാര്യം ആ ഗ്രൂപ്പിനെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി. അതേപോലുള്ള അവസരങ്ങളാണ് RCCയിൽ നിലനിൽക്കുന്നത്. കേരളത്തിലെ 3 ESIC ഹോസ്പിറ്റൽസ്, കൊല്ലം ആശ്രാമ ESA, എഴുകോൺ ESA, ഉദ്യോഗമണ്ഡൽ അല്ലെങ്കിൽ എറണാകുളം ESA. ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാലറിയെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്. ഇനി കേരളത്തിന് വെളിയിലാണെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജിഗ്മർ ഹോസ്പിറ്റൽ, എയിംസ് നോർസെറ്റ് എക്സാമിനേഷനിലൂടെ കേരളത്തിലല്ല ഇന്ത്യയിലുള്ള നിരവധി എയിംസ് ഹോസ്പിറ്റലുകളിലേക്ക് നമുക്ക് ജോലി ചെയ്യാനുള്ള അവസരം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ കാര്യങ്ങളല്ല. കേരളത്തിൽ +2 കഴിയുന്ന വിദ്യാർത്ഥികളെ അവരുടെ പേരൻസ് എത്രയും പെട്ടെന്ന് പാലാ ബ്രില്യൻസിലോ തൃശ്ശൂരിലോ PC തോമസ് സാറിൻ്റെ അടുത്തോ എത്തിക്കും. എന്തിനാണ്? ഒരു MBBS സ്റ്റുഡൻ്റാക്കി മാറ്റാൻ, നീറ്റ് ക്ലിയർ ചെയ്യാൻ. ഇതേ രീതിയിൽ രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ആരോ ഒരു സംശയം ചോദിച്ചു. ഏജ് ലിമിറ്റിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. എല്ലാത്തിനെ പറ്റിയും സംസാരിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അവസാനം നിങ്ങളുടെ ഡൗട്ടുകൾക്ക് ആൻസർ ചെയ്യാം. അതായിരിക്കും സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നല്ലത്, അല്ലേ? അതല്ലേ നല്ലത്? എല്ലാവരും കേൾക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല സർ. യെസ് സർ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു സെക്കൻഡ് ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടെ എല്ലാവരെയും, അല്ലെങ്കിൽ സൗണ്ട് കയറി വരും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് കഴിയുന്ന കുട്ടികളെ അവരുടെ പേരൻസ് ഇത്തരത്തിലുള്ള നോർസെറ്റ് അക്കാദമികളിലേക്ക് കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. അടുത്ത വർഷത്തെ നോർസെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണം. 25,000, 30,000, 40,000 രൂപയൊക്കെയാണ് ഒരു വർഷത്തെ കോഴ്സ് ഫീ ആയിട്ട് അവർ മേടിക്കുന്നത്. അവർ ചിന്തിക്കുമ്പോൾ അതിൻ്റെ 3 ഇരട്ടി ശമ്പളമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്.
പണ്ട് കേരളത്തിലുള്ള ആൾക്കാർ എല്ലാ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ജോലി നേടിയിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അക്കാദമികൾ ഉണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞിരുന്നില്ല. ഇന്ന് കേരളത്തിൽ ഈ കാര്യങ്ങൾ നടക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ കേരളത്തിലെ കുട്ടികൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെയേറെ മുമ്പേ ഈ കാര്യങ്ങൾ പല സ്റ്റേറ്റുകളും നടപ്പിലാക്കിയെടുക്കുന്നു. ഒരു റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പണ്ട് കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളില്ലാത്ത ലിസ്റ്റുകളില്ലായിരുന്നു. ഇന്നും ലിസ്റ്റുകൾ ഉൾപ്പെടുന്നുണ്ട്, പക്ഷേ ആ പ്രൊപ്പോർഷൻ വളരെയധികം താഴോട്ട് പോവുകയാണ്. കാരണം ഇത്രയും സീരിയസ് ആയിട്ട് മണിക്കൂറുകളോളം പഠിക്കുന്ന കുട്ടികളുള്ളപ്പോൾ അവരോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയാതെ പോകുന്നു. സോ പഠനം വളരെ അത്യാവശ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എയിംസ് നോർസെറ്റ്, അതേപോലെ PGIMR, നിംഹാൻസ്, റെയിൽവേ ഹോസ്പിറ്റൽസ്, ഡിഫൻസ്, ഇങ്ങനെ നിരവധി അവസരങ്ങളാണ് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്. ഇതിൽ ഡിഫൻസിലെ സ്കെയിൽ അതിലേറെ മുകളിലാണ്. ഇനി നിങ്ങൾക്ക് ഒക്കുപ്പേഷണൽ ഹെൽത്ത് നേഴ്സ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ISRO, VSSC പോലുള്ള സ്ഥാപനങ്ങൾ, അറ്റോമിക് റിസർച്ച് സെൻറ്റർ കൽപ്പാക്കം, ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലേക്ക് എല്ലാ വർഷമൊന്നുമില്ല, 3, 4, 5 കൊല്ലം കൂടുമ്പോൾ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ വരാറുണ്ട്. അവിടെയും ഇതേ സെൻട്രൽ ഗവൺമെൻറ് പേ ആണ് കിട്ടുന്നത്. ഇനി ഈ ഏണിങ്സിനെ പറ്റി നമുക്ക് വീണ്ടും ഒന്നുകൂടെ സംസാരിക്കാം. അല്ല, ഇതിൽ നിന്ന് മറ്റ് മേഖലയിലേക്ക് തിരിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ പോകാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. നോക്കാം. ഒരു GNM കഴിഞ്ഞ വ്യക്തി, അയാൾ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ BSc കഴിയുന്നു. BSc കഴിഞ്ഞതിന് ശേഷം 3-4 റൂട്ടുകളിലേക്ക് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാം. ഒന്നുകിൽ ഒരു ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ നഴ്സിംഗ് ട്യൂട്ടർ തസ്തികയിലേക്ക് നിങ്ങൾക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് MSc എടുക്കാം. MSc എടുത്തു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ AP പോസ്റ്റ്, ഈ ലെക്ചർ അല്ല, AP പോസ്റ്റിലേക്ക് പോകാനുള്ള, AP എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അല്ല, വീണ്ടും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് PhDയിലേക്ക് ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പാൾ തലത്തിലേക്ക് നിങ്ങൾക്ക് കോളേജുകളിൽ ജോയിൻ ചെയ്യാം. അല്ല, ആ ഒരു തലത്തിലേക്ക് പോകുന്നില്ല, MBA പോലുള്ള പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിന് വെളിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. ഇതൊന്നുമല്ല, BSc കഴിഞ്ഞ് ഒരാൾക്ക് ഈ ഫീൽഡ് വിടണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, സിവിൽ സർവീസ് പോലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം. കേരളത്തിലെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ അനീസ് കൺമണി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു സ്ട്രീമിലേക്ക് ആദ്യമായിട്ട് പോയത്. പുള്ളി ഇന്ന് കർണാടകയിലെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ കളക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ അവസരങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നന്നായിരിക്കും. നിങ്ങൾ പോയില്ലെങ്കിലും മറ്റാരെയെങ്കിലും ഗൈഡ് ചെയ്യാൻ വേണ്ടി പ്രയോജനപ്പെടുത്താം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്തതിലേക്ക് പോകാമല്ലോ. അടുത്തതായിട്ട് ഇതിനൊക്കെ എത്ര ഏണിങ്സ് കിട്ടും? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് DME, DHS അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. IMS ഉണ്ട്, വേറെ പല തസ്തികകളുണ്ട്. അതിൽ നമുക്ക് ഏകദേശം ഗ്രോസ് പേ ആണ് പറയുന്നത്. ഗ്രോസ് പേ എന്ന് പറഞ്ഞാലും നെറ്റ് പേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, ഗ്രോസ് പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തൊക്കെ അലവൻസുകളുണ്ടോ അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എത്ര രൂപ കണക്ക് കൂട്ടി കിട്ടും, അതാണ് ഗ്രോസ് പേ. കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് കയ്യിൽ എത്ര കിട്ടും, അതാണ് നെറ്റ് പേ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഗ്രോസ് പേ ഏകദേശം 50,000 രൂപയോളമാണ്. നമുക്ക് വരുന്ന ന്യൂ പെൻഷൻ സ്കീമിൽ വരുന്ന കോൺട്രിബ്യൂഷൻ ഉൾപ്പെടെ കൂട്ടിയാൽ അത് ESIC, SCT, RCC, എയിംസ്, ജിഗ്മർ, PGIMR, നിംഹാൻസ്, RRB, ISRO പോലുള്ള സ്ഥാപനങ്ങളിലാണെങ്കിൽ അത് 1.25 ലാഖിലേക്ക് എത്തും. ദെൻ നഴ്സിംഗ് ട്യൂട്ടർ അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം 70,000 തൊട്ട് 75,000 വരെ നമുക്ക് നേടാം. ഗസറ്റഡ് പോസ്റ്റാണ്. എന്താണ് ഗസറ്റഡ് പോസ്റ്റ് എന്ന് ഞാൻ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേ നഴ്സിംഗ് ട്യൂട്ടർ അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് നിങ്ങൾ നേടുന്നതെങ്കിൽ അത് 1.10 ലാഖിലേക്ക് പോകും. ഒരു AP അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് അണ്ടർ ഗവൺമെൻറ് ഓഫ് കേരളയാണെങ്കിൽ നിങ്ങൾ നേടുന്ന ഏകദേശം 90,000 ആണ് സ്റ്റാർട്ടിംഗ് സാലറി. അത് അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ അത് 1.5 ലാഖിന്
മുകളിലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു ഒരു കൂടുതൽ ഡീറ്റെയിൽസ് വേണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന എൻ്റെ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൺഫേം ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ നമ്പർ ഷെയർ ചെയ്തിരിക്കുന്നത്. ചില ആൾക്കാർക്ക് ഇതൊക്കെ അത്ഭുതമായിട്ട് തോന്നി. ഇതൊക്കെ സത്യമാണോ? 1.25 ലാക്ക് കിട്ടുമോ? അതുകൊണ്ടാണ് ഞാനിത് ഓരോ കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അതിനുള്ള സമയവും സന്ദർഭവും കുറവായിരിക്കും. അത് നിങ്ങൾക്ക് എന്നോട് നേരിട്ട് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്ഷൻ നമുക്ക് സംസാരിക്കാം. അടുത്തതായിട്ട് ദയവായി മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ പോകുന്നത്, ഇത്രയൊക്കെ അവസരങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ട് എനിക്കിതുവരെ എന്തുകൊണ്ട് ജോലി കിട്ടിയില്ല? ഇതായിരുന്നു ഈ ഗ്രൂപ്പിലുള്ള ഒരു മെജോറിറ്റി ആൾക്കാർ ചിന്തിച്ചോ? ചിന്തിച്ചോ ഇല്ലയോ? ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്തേ. നിങ്ങളിവിടെ ഉണ്ടോയെന്നെങ്കിലും അറിയണമല്ലോ. ഇത്രയും വലിയ അവസരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ല? യെസ്, യെസ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഗ്യാപ്പ്. വാട്ട് ഈസ് ഗ്യാപ്പ്? ഇതിൽ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, എനിക്ക് കൃത്യമായിട്ടറിയാം. ആ സ്റ്റുഡൻസിനോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ പറയുന്ന ഫെബ്രുവരി മാസത്തിൽ ഒരു ബാച്ച് ഒരു കോഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇറങ്ങുകയാണ്. ആ ഗ്രൂപ്പിന് ജോലി കിട്ടാനുള്ള ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇറങ്ങുന്ന നിങ്ങൾ, 2026 ഫെബ്രുവരിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്ന നിങ്ങളുടെ ചാൻസ് എന്ന് പറയുന്നത് 2027 ഈ ഫെബ്രുവരി മാസം വരെയാണ്. അതിനുള്ളിൽ നിങ്ങൾ ജോലി നേടിയെടുത്തിരിക്കണം. കാരണം 2027 ഫെബ്രുവരി മാസത്തിൽ അടുത്ത ബാച്ച് ഇറങ്ങി വരും. ഇനി ഒരുപാട് സമയമുണ്ട് PSc എഴുതാൻ എന്നുള്ള രീതിയിൽ കാത്തുകെട്ടിയിരിക്കുന്നവർ ചിന്തിക്കുക, 2027 നിങ്ങളുടെ ജൂനിയേഴ്സ് ഇറങ്ങി വന്നാൽ പിന്നെ അവരുടെ ടേണാണ്. നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് അവർ ജോലിയായിട്ട് പോകുന്നത് കണ്ണ് നിറച്ച് കാണേണ്ടി വരും. ഓരോ ദിവസവും നമ്മുടെ കോൺഫിഡൻസ് ഡിമിനിഷിംഗ് ആയിട്ട് താഴോട്ട് പോകും. അത് ഞാൻ സ്റ്റുഡൻസിന് വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഫൈനൽ ഇയറിൽ പഠിച്ച കാര്യങ്ങളെങ്കിലും നമുക്കറിയാം. ഇനി ഫസ്റ്റ് ഇയർ തൊട്ടുള്ള കാര്യങ്ങളൊന്ന് ബ്രഷപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 1 ഇയർ കൊണ്ട് തന്നെ ജോലി നേടിയെടുക്കാം. പക്ഷേ 1 ഇയറും പോയി, 2 ഇയറും പോയി, 10 ഇയറും പോയി, ഈ PSc എഴുതാനുള്ള പ്രായപരിധി 36 വയസ്സ് എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റിൽ പോയി നിൽക്കുന്ന ആൾക്കാരും ഈ ഗ്രൂപ്പിലുണ്ടാവും. നമ്മൾ MI ഒക്കെ പഠിക്കുന്ന സമയത്ത് മോഡിഫയബിൾ ആൻഡ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് പറയാറുണ്ട്. മോഡിഫയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വരുത്താൻ പറ്റുന്നത്, നോൺ മോഡിഫയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വരുത്താൻ പറ്റാത്തത്. മെയിൽസിനാണ് MI കൂടുതലായിട്ട് വരുന്നത്. ഒരാൾ മെയിലായിട്ട് ജനിച്ചുപോയി, മാറ്റം വരുത്താൻ പറ്റുമോ? പറ്റത്തില്ല. ഇതേ സാഹചര്യമാണ്, ഗ്യാപ്പ് വന്നു പോയി സാർ, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഇനിയും പരീക്ഷ എഴുതാനുള്ള ഏജ് ലിമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തുടങ്ങണം. നിങ്ങൾക്ക് എന്തുകൊണ്ട് ജോലി കിട്ടിയില്ല എന്നതിനുള്ള രണ്ടാമത്തെ കാരണമാണ്, ഒന്നാമത്തെ കാരണം ഈ ഗ്യാപ്പാണ്, രണ്ടാമത്തെ കാരണമാണ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ. കൃത്യമായ മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടാതെ പോയി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, 2020 നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, പലരും ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് ഗ്യാപ്പ് കൂടുതലായിപ്പോയി, അതുകൊണ്ട് എനിക്കിനി അവസരമില്ല. 2020 കോവിഡ് അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ്. ഒരു 7 മണി ടൈമിൽ ഒരു വ്യക്തി മലപ്പുറം ജില്ലയിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടി വരികയാണ്. ഒരു പെൺകുട്ടി. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ,
അതിൻ്റെ തലേ ദിവസം ആ കുട്ടിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി ജോലിക്ക് പ്രവേശിക്കാൻ വേണ്ടി. ആ കുട്ടിയുടെ സമയവും സാഹചര്യവും ഞാൻ ഒന്ന് വിശദീകരിക്കുകയാണ്, വിത്ത് ഹെയർ പെർമിഷൻ. പേര് വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രം. 39ാമത്തെ വയസ്സ്. PSC എഴുതാനുള്ള ഏജ് ലിമിറ്റ് 36 OBC കാറ്റഗറിയിലുള്ള ആ വ്യക്തിക്ക് 39ാമത്തെ വയസ്സ് വരെ പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. 39ാമത്തെ വയസ്സ് കംപ്ലീറ്റ് ആകാൻ ഏതാനും മാസങ്ങൾ ഉള്ള സമയത്ത് ഒരു DHSൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു. അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. എവിടെ നിന്നും ആ കുട്ടി എന്നെ വിളിക്കുന്നു, ഇത് പഠിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. ഞാനതൊന്നും ഓർക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പുള്ളി സാക്ഷ്യപ്പെടുത്തുന്നത്. എനിവേ, അവിടെ ഞാൻ ചെയ്ത ഒരു ഫാക്ടർ മോട്ടിവേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. ഇനി ആ വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞേക്കാം. അത് ഞാൻ ഇവിടെ വരുന്ന സമയത്താണ് തിരിച്ചറിയുന്നത്. 3 കുട്ടികളുടെ അമ്മ, ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി. വീട്ടിൽ പ്രായമായ അസുഖബാധിതയായ അമ്മയാണുള്ളത്. തൊട്ടടുത്ത് ഒരു ഹോസ്പിറ്റൽ, ഒരു ക്ലിനിക്ക് പോലുള്ള ഹോസ്പിറ്റൽ 12 മണിക്കൂർ ഡ്യൂട്ടി എടുക്കുന്നു. ഇതിനിടയിൽ ഈ കുട്ടി 39 വയസ്സിൽ പഠിക്കുന്നു. പഠിച്ച് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഏകദേശം ഒരു മീൻസ് 100 പേരുള്ള മെയിൻ ലിസ്റ്റിൽ ഏകദേശം, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 70 ആ ഒരു റാങ്കിലെങ്ങാണ്ടായിരുന്നു പുള്ളി എത്തിയത്. കോവിഡ് സമയത്ത് കുറേ അധികം ആൾക്കാരെ എടുക്കുന്ന ആ ഒരു ടൈമിൽ ആ കുട്ടിയെ വിളിച്ചു, ജോലി കിട്ടി. ഇതിൽ മോശം സാഹചര്യമുള്ള ഒരാൾ പോലും ഈ ക്ലാസ് കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും ചലഞ്ച് ചെയ്യാനുണ്ടോ? ഇതിലധികം മോശമുള്ള ആൾക്കാർ 39ാമത്തെ വയസ്സിൽ ഇത്രയും മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് ആ കുട്ടിക്കൊരു ജോലി നേടിയെടുക്കാമെങ്കിൽ യു ക്യാൻ, നിങ്ങൾക്കും കഴിയും. അത് ഒരു ഫാക്ടർ. നമ്മൾ സെൽഫ് മോട്ടിവേറ്റർ ആയിരിക്കണം. അതിനകത്ത് വേറെ ഒരു മാർഗവുമില്ല. സെൽഫ് മോട്ടിവേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയിമിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കാൻ തുടങ്ങിയാൽ അത് നേടിയെടുക്കുന്നവരെ നമ്മൾ മോട്ടിവേറ്റർ ആയിരിക്കണം. അതിനെപ്പറ്റി ഞാൻ വഴിയെ വീണ്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തയിലേക്ക് പോകാം. എന്തുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ല? അടുത്ത ഒരു കാര്യം, ലാക്ക് ഓഫ് അവെയർനെസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങളെപ്പറ്റി നമുക്ക് ധാരണയില്ലാതെ പോയി. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു 32ാമത്തെ വയസ്സിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ ചോദിക്കുകയാണ്, BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് 24ാമത്തെ വയസ്സിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ വിളിച്ചിട്ടുള്ള എല്ലാ PSCയും അതേപോലെ UPSC എക്സാമിനേഷനും നോർസെറ്റ് എക്സാമിനേഷനും നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇല്ല എന്നായിരിക്കും നിങ്ങളുടെ ആൻസർ. എന്തുകൊണ്ട്? അറിഞ്ഞില്ല. പലതും ആരും എന്നോട് പറഞ്ഞില്ല, എന്നെ നിർബന്ധിച്ചില്ല. അതും ജോലി കിട്ടാതെ പോയതിനൊരു കാരണമാണ്. 24ാമത്തെ വയസ്സിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന വ്യക്തി അതിൻ്റെ നെക്സ്റ്റ് മന്ത് ഓൺവേഡ്സ് സെർച്ച് ചെയ്ത് കണ്ടെത്തി പരീക്ഷകൾ ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങിയാൽ ആ വ്യക്തി ജോലി നേടിയിരിക്കും. ഒരു സംശയവും വേണ്ട. ആ കുട്ടിയുടെ 5ാമത്തെയോ 6ാമത്തെയോ 8ാമത്തെയോ എക്സാമിൽ ആ വ്യക്തി ജോലിയിലേക്ക് പ്രവേശിക്കും. അത് നിങ്ങൾക്ക് സംഭവിച്ചില്ല. ദാറ്റ്സ് ഓൾ. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഫാക്ടർ, ലാക്ക് ഓഫ് റിസോഴ്സസ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എല്ലാത്തിനും അങ്ങനെ കുറച്ച് മാർഗങ്ങളുണ്ട്. PSC ആയിട്ട് ബന്ധപ്പെട്ടും കുറേ തന്ത്രങ്ങളുണ്ട്, മന്ത്രങ്ങളുണ്ട്, ഫോമുലാസ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾ എത്തപ്പെട്ടിട്ടില്ല. ഫസ്റ്റ് ഇയർ തൊട്ട് പഠിച്ച ബുക്കുകൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ റൂഫിൽ തട്ടും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടാണോ ഓരോ കുട്ടികളും ജോലി നേടുന്നതെന്ന് ചോദിച്ചാൽ അല്ല. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ
നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അവിടെ നിങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിലെത്താനുള്ള മറ്റൊരു കാരണം. അപ്പം ഇതിലെന്താണ് നിങ്ങളെ ബാധിച്ചത് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുക. ഇതിന് ശേഷം എന്നെ ഒന്ന് അറിയിക്കുക. ദെൻ അടുത്തയിലേക്ക് നമുക്ക് പോവാം. ഒരു ജോലി കിട്ടാൻ പ്രധാനമായിട്ടും 5 സ്റ്റേജ്. ഈ 5 സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് നിങ്ങൾ ആ സ്വപ്നം വേണ്ടാന്ന് വെച്ച് വരാം. ഒന്നാമത്തെ സ്റ്റേജ് കോഴ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും. ആരെങ്കിലും ഇൻഫോം ചെയ്യും, ഇന്ന പരീക്ഷയ്ക്ക് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കും. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പഠനമൊന്നുമില്ല, ഇനി ഒരുപാട് സമയം കിടക്കുമല്ലേ. കറങ്ങി അങ്ങ് നടക്കും. കറങ്ങിയൊക്കെ നടന്ന് ഇങ്ങനെ പോരുമ്പോൾ പരീക്ഷ സമയമാകുമ്പോൾ പോയൊരു എഴുത്തും എഴുതും. എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. നമ്മുടെ ബാച്ചിൽ നിന്ന് 60 പേര് എഴുതിയതിൽ 2 പേർക്ക് കിട്ടിയല്ലോ, അവൻ രക്ഷപ്പെട്ടല്ലോ, അല്ലെങ്കിൽ അവൾ രക്ഷപ്പെട്ടല്ലോ, അവൾക്ക് എന്നേക്കാൾ മാർക്കൊക്കെ കുറവായിരുന്നല്ലോ, എന്നിട്ട് അവൾക്ക് എങ്ങനെ ജോലി കിട്ടി? ഈ സാഹചര്യത്തിലൂടെ കടന്നു പോയ ആൾക്കാരല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഇല്ലേ? ഉണ്ടാവാം. രണ്ടാമത്തെ ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അടുത്ത പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, വളരെ സിൻസിയറായിട്ട് പഠിക്കുന്നു, പഴയ ബുക്കുകളൊക്കെ എടുത്ത് നല്ല രീതിയിൽ പഠിക്കുന്നു. ലിസ്റ്റിൽ വരുന്നില്ല, മനസ്സ് തകർന്നു, പരിപാടി നിർത്തി. സ്റ്റേജ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ലിസ്റ്റിൽ വരുന്നു. 100 പേരുള്ള റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പൊസിഷൻ 95-നും 100-നും ഇടയിൽ. ഈ സാഹചര്യത്തിലൊക്കെ എന്നെ ആൾക്കാർ വിളിക്കും, സാറേ എനിക്ക് മെയിൻ ലിസ്റ്റിലുണ്ട്, പക്ഷെ റാങ്ക് 95, ജോലി കിട്ടുമോ? ഞാൻ പറയും ജോലി കിട്ടാം, സാധ്യതയുണ്ട്, പക്ഷേ ഉറപ്പിക്കാൻ പറ്റില്ല. സമാധാനത്തിന് വേണ്ടി പറയുന്നതാണ്. നമുക്കറിയാം ലിസ്റ്റിനകത്ത് ഏകദേശം 75% ഫില്ലാകത്തുള്ളൂ. എങ്കിലും സാധ്യതയുണ്ട് എന്നൊരു പ്രതീക്ഷ കൊടുക്കും. പക്ഷെ ഞാൻ എപ്പോഴും അവരോട് പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു പരീക്ഷ കഴിഞ്ഞിച്ച് ജോലിക്ക് വേണ്ടിയുള്ള അഡ്വൈസ് മെമ്മോ എന്നാണോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്, അതുവരെ പഠനം തുടർന്നോളാം. അത് 1ാം റാങ്കുകാരിയാണെങ്കിലും അത് തുടർന്നോണം. കാര്യം മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തതായിട്ട് സ്റ്റേജ് 4. 2-3 പരീക്ഷകൾ എഴുതുന്നു, നിങ്ങൾ ഈ ഒരു മെയിൻ ലിസ്റ്റിലോ സപ്ലിമെൻ്ററി ലിസ്റ്റിലോ എത്തുന്നു, നിങ്ങൾ പരിപാടി അവസാനിക്കുന്നു. 80% ആൾക്കാർ അവരുടെ സ്വപ്നം വേണ്ടാന്ന് വെക്കുന്നത് ഈ പറയുന്ന സ്റ്റേജ് 3-യിൽ വെച്ചാണ്. ഇനി അടുത്തത് സ്റ്റേജ് 4 ആണ്, ഇൻക്ലൂഷൻ ഇൻ ഹോപ്പ്ഫുൾ മെയിൻ ലിസ്റ്റ്. അവിടെ 100 പേരുള്ള ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പൊസിഷൻ 40-നും 60-നും ഇടയിലാണ്, എറൗണ്ട് 50. അവിടെ ആ സമയത്ത് നിങ്ങൾ വിളിക്കും, സാർ ജോലി കിട്ടുമോ? കിട്ടാം, 3 വർഷ കാലയളവിൽ നിങ്ങൾക്ക് ജോലി കിട്ടാം. അവിടെയും ഞാൻ പറയും, മക്കളെ അഡ്വൈസ് മെമ്മോ കിട്ടുന്നവരെ പഠിച്ചു, അതാണ് നല്ലത്. ഏതെങ്കിലും തരത്തിലുള്ള അൺഒഫീഷ്യലായിട്ടുള്ള നിയമന നിരോധനമോ മറ്റു സാമ്പത്തിക ക്രൈസിസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നം പൊലിഞ്ഞു പോകും. പക്ഷേ ഈ സ്റ്റേജിൽ വെച്ച് പലരും പഠിത്തം നിർത്തും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തീർന്നു. ഒറ്റ ഒരു സെക്കൻഡ്, ഒരു കോള് വരുന്നു, ഒന്ന് സംസാരിച്ചു. കേൾക്കുന്നുണ്ടോ? എല്ലാവരും അവിടെ ഉണ്ടായിരുന്നോ? അടുത്ത സ്റ്റേജ് 5 ആണ്.
സ്റ്റേജ് 5. സ്റ്റേജ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ 1-നും 10-നും ഇടയിലുള്ള റാങ്കിലെത്തുന്നു. അതാ ഞാൻ പറഞ്ഞു, 1-ാം റാങ്കുകാർ വിളിച്ചാലും ഞാൻ പറയും പഠിച്ചു. കാരണം എന്താണെന്നറിയാവോ? ഭയങ്കര കഷ്ടപ്പെട്ടാണ് 3-4 കൊല്ലം പഠിച്ചാണ് നമ്മളൊരു ത്രെഷോൾഡ് ലെവൽ ഓഫ് നോളജിലേക്ക് എത്തുന്നത്. കേവലം 3 മാസം അല്ലെ 6 മാസം പഠിക്കാതിരുന്നാൽ മതി, ഇതെല്ലാം സീറോയിലേക്ക് എത്തും. നമ്മുടെ ബ്രെയിൻ്റെ ഒരു രീതി അതാണ്. അപ്പോൾ സീറോയിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ 1-2 കൊല്ലം പ്രയത്നിച്ചാൽ മാത്രമേ ആ ഒരു ലെവൽ ഓഫ് നോളജ് എത്തുകയുള്ളൂ. നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു സ്റ്റേജ് 4-ൽ പലപ്പോഴും അബദ്ധം പറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റേജ് 4-ൽ എത്തുന്ന ആൾക്കാർ 2 കുട്ടികളുണ്ടെന്ന് കരുതുക. അതിൽ ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അടുത്തയാൾ പഠിത്തം നിർത്തുന്നു. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു? അടുത്ത എയിംസ് വരുന്നു, എഴുതുന്നു, അയാൾക്ക് എയിംസിൽ ജോലി കിട്ടുന്നു. മറ്റേ ആളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ലിസ്റ്റ് ഇങ്ങനെ ഓടി 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 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ അയാൾക്ക് DHS കിട്ടുന്നു. എയിംസിൽ പ്രവേശിച്ച ആള് ചിലപ്പോൾ 6-7 മാസത്തെ ശമ്പളം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ആ ഒരു പീരീഡ് കൊണ്ട്. 6-7 മാസം എന്ന് പറയുമ്പോൾ ഏകദേശം 7 തൊട്ട് 10 ലക്ഷം രൂപ വരെ കൈ മേടിച്ച് കഴിഞ്ഞു. മാത്രമല്ല ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി. ഈ 2 പേര് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വ്യക്തിയേക്കാൾ ഉയർന്ന റാങ്കുള്ള ആളായിരിക്കും. 30 റാങ്കോ അല്ലെ 40 റാങ്കോ ഉള്ള ആളായിരിക്കും ഈ പഠിത്തം നിർത്തി വെച്ചേച്ച് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത്. അതേസമയം 60-ാം റാങ്കുള്ള ആള് ഇത് നേടിയെടുത്തു, നോർസെറ്റ്. കാരണം എന്താ? കൺസിസ്റ്റൻസി. അയാൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ലോകത്ത് ഏത് പ്രൊഫഷനുമായിട്ടും ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെ വിജയിച്ചു എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചാൽ അതിനകത്ത് ഒറ്റ ആൻസറേ ഉള്ളൂ: കൺസിസ്റ്റൻസി, സ്ഥിരത. ഒരു വിജയ സമവാക്യമാണ് പറഞ്ഞു വെച്ചത്. വിശ്വസിക്കാൻ പറ്റുന്നവർക്കും അംഗീകരിക്കുന്നവർക്കും ഒന്ന് എഴുതി വെക്കാം. അതിലേക്ക് ഞാൻ വരാം. ഇവിടെ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് തീരുമാനിക്കുക. 80% ആൾക്കാർ അവരുടെ ജീവിത ലക്ഷ്യം ഉപേക്ഷിക്കുന്നത് എവിടെയാണെന്ന് കൂടി ഒന്ന് തിരിച്ചറിഞ്ഞേക്കുക. സ്റ്റേജ് 3-ൽ. ആ സ്റ്റേജ് 3-ൽ ഉപേക്ഷിച്ചിട്ട് പല ബിസിനസ്സും തുടങ്ങും. ബിസിനസ്സൊക്കെ തുടങ്ങി ബിസിനസ്സൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ വീണ്ടും വിളിക്കും, സാർ ഇപ്പോൾ PSCയുടെ ക്ലാസ് വല്ലതും ചെയ്യുന്നുണ്ടോ? എനിക്കിത് ലാസ്റ്റ് ചാൻസാ, പരീക്ഷ എഴുതിയാൽ കിട്ടാൻ വല്ല ഹോപ്പും ഉണ്ടോ? നമ്മൾ വാം വെൽക്കം ചെയ്യും, വാ ശ്രമിച്ചു നോക്കാം. എത്രയോ കുട്ടികളാണ് അങ്ങനെ വിളിക്കുന്നത്. ലാസ്റ്റ് ചാൻസിൽ പിന്നെ ഒരു മരണപ്പാച്ചിലാണ് ഇന്ന് വരെ. എന്നിട്ട് അവസാനം ജോലി നേടിയെടുത്ത് കൈ കൊടുക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, സാറേ ഇതെനിക്ക് ഒരു 10 കൊല്ലം മുമ്പ് നേടാവുന്നതായിരുന്നു, പറ്റിയില്ല. ആ 10 കൊല്ലം ആരാ കൊണ്ടുപോയത്? നമ്മൾ ആരെങ്കിലും ആണോ? നിങ്ങൾ ഓരോരുത്തരുമാണ് കളഞ്ഞത്. പക്ഷെ സംഭവിച്ചെല്ലാം സംഭവിച്ചു. അതേ നമ്മൾ പറയാറുള്ളൂ. ഇപ്പം എവിടെ നിൽക്കുന്നു, ഇന്ന് എവിടെ നിൽക്കുന്നു, അവിടെ തുടങ്ങുക. അതിനപ്പുറം അതിനകത്തൊരു പോയിന്റ് പോലും നമുക്ക് പറയാനില്ല. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം ഇവിടെ പ്രതിസന്ധിയാണ്, കഷ്ടപ്പാടാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ 6 കാര്യങ്ങളുണ്ട്. എല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്തൊന്ന് ടിക്കടിച്ചേക്കണം. ഇതിൽ 3-3-ലധികമോ കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളിപ്പോഴും ഒരു ജോലിക്ക് എലിജിബിൾ ആണെന്നർത്ഥം. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: യു ഹാവ് ഇനഫ് ടൈം. നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പോൾ സമയമുണ്ടോ? ഇല്ല എന്നാരെങ്കിലും ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ഈ ഒരു ഇതിൽ നിന്ന് ഒന്ന് എസ്കേപ്പ് ചെയ്തിട്ട് ജസ്റ്റ് മൊബൈൽ എടുത്ത് സെറ്റിങ്ങിൽ സ്ക്രീൻ ടൈം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതൊന്ന് എടുത്ത് നോക്കുക. സ്ക്രീൻ ടൈം നോക്കുമ്പോൾ 8 മണിക്കൂർ. 8 മണിക്കൂർ മൊബൈലിൽ ഡെയിലി ഇരുന്ന നിങ്ങൾക്ക് എന്ത് നേടാൻ പറ്റി? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. 6 തൊട്ട് 8 മണിക്കൂറായിരിക്കും നിങ്ങളുടെ സ്ക്രീൻ ടൈം. ഈ 6 തൊട്ട് 8 മണിക്കൂർ നിങ്ങൾ എവിടെ സ്പെൻഡ് ചെയ്തു? പിന്നെ നിങ്ങൾ സമയമില്ല എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥം? ശരി,
അപ്പോൾ അവിടെ യു ഹാവ് ഇനഫ് ടൈം, യെസ് ഓർ നോ നിങ്ങൾ ആൻസർ ചെയ്യുക. അടുത്ത യു ഹാവ് ഫാമിലി സപ്പോർട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവർക്ക് ഉണ്ടാവാം, ചിലർക്ക് ഉണ്ടായിരിക്കില്ല. അത് എഴുതിക്കൊള്ളുക, യെസ് ഓർ നോ. യു ആർ സെൽഫ് മോട്ടിവേറ്റഡ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ് ഓർ നോ എഴുതിക്കൊള്ളുക. ഈ മോട്ടിവേഷന് വലിയൊരു ഫാക്ടർ ഉണ്ട് കേട്ടോ, അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് യു ഹാവ് എ മെൻറ്റർ. നിങ്ങൾ ഒരു കാര്യത്തിൽ പെട്ട് കുടുങ്ങിപ്പോകുമ്പോൾ, മുന്നോട്ട് പോകാൻ പറ്റാതെ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തുമ്പോൾ, ഈ നഴ്സിംഗ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഒരാളുണ്ടോ? യെസ് ഓർ നോ. ദെൻ അടുത്തത് യു ഹാവ് ഇനഫ് മണി ഫോർ റിസോഴ്സസ്. ഒരു ബുക്ക് മേടിക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു കോച്ചിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്യേണ്ടി വരും, അതിനുള്ള പൈസ നിങ്ങളുടെ കയ്യിലുണ്ടോ? യെസ് ഓർ നോ കൊടുക്കുക. നോ എങ്കിൽ നോ. ദെൻ നെക്സ്റ്റ് വൺ, യു ആർ ഹെൽത്തി. പഠിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള ആരോഗ്യസ്ഥിതി നിങ്ങൾക്കുണ്ടോ? യെസ് ഓർ നോ. ഇതിൽ മൂന്നോ അതിലധികമോ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈവൻ നൗ യു ആർ എലിജിബിൾ ഫോർ എ ജോബ്. ഒരു ഗവൺമെൻറ് ജോബ് നേടിയെടുക്കാൻ നിങ്ങൾ എലിജിബിൾ ആണ്. ഇനി ഈ മോട്ടിവേഷൻ്റെ കാര്യം പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു വിജയ സമവാക്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാന്ന് പറഞ്ഞു. ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? മോട്ടിവേഷൻ. മോട്ടിവേഷൻ എപ്പോൾ ഇല്ലാതാകുന്നു? ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ട്. അവൻ്റെ ആ മോട്ടിവേഷൻ ഇല്ലാതാവുമ്പോൾ രാവിലെ എഴുന്നേക്കാൻ അവന് തോന്നത്തില്ല, അവൻ ജിമ്മിൽ എത്തത്തില്ല. അതേപോലെ ഓരോ പ്രവൃത്തിയായിട്ടും ബന്ധപ്പെട്ട് ആ മോട്ടിവേഷനാണ് അവനെ നയിക്കുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി ഒരു വിജയ സമവാക്യമാണെങ്കിൽ അതിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നത് സെൽഫ് മോട്ടിവേഷൻ ആണെന്ന് തിരിച്ചറിയുക. ആ മോട്ടിവേഷൻ ഇല്ലാതാകുമ്പോൾ അത് തേടി നമ്മൾ ആരിലേക്കാണ് എത്തേണ്ടതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് യുവർ മെൻറ്റർ. ആ മെൻറ്ററാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അയാൾ തരുന്ന എനർജി നിങ്ങൾക്ക് ചിലപ്പോൾ 2 ആഴ്ചയോ 3 ആഴ്ചയോ 1 മാസമോ ലീഡ് ചെയ്ത് പോകാൻ വേണ്ടി സഹായിക്കും. വീണ്ടും ഡള്ളാവും, നിങ്ങൾ ആ മെൻറ്ററെ തേടിയെത്തും. ഞാൻ പലപ്പോഴും ഈ നഴ്സിംഗ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരോടും പറയും, ആസ് എ മെൻറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ചൂഷണം ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. സമയവും സാഹചര്യവും അനുസരിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ സാഹചര്യം എന്നുള്ളത് എല്ലാവർക്കും നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എന്ത് പഠിക്കണം? ഫസ്റ്റ് ഇയർ തൊട്ട് ഫൈനൽ ഇയർ വരെ പഠിച്ച ഓരോ സബ്ജക്റ്റും നിങ്ങൾ പഠിക്കണം. ആ സിലബസ് ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓരോന്നിൻ്റെയും വെയിറ്റേജ്. അനാട്ടമി 2 മാർക്ക്, ഫിസിയോളജി 2 മാർക്ക്. അനാട്ടമിയും ഫിസിയോളജിയും തമ്മിലുള്ള വ്യത്യാസം പോലും വ്യക്തമായിട്ടും അറിയാത്ത പല ആൾക്കാരും ഉണ്ട്. ന്യൂട്രീഷൻ, ഡയറ്ററ്റിക്സ്, ബയോകെമിസ്ട്രി ഇതെല്ലാം കൂടെ ചേർത്ത് 4 മാർക്കാണ് വരുന്നത്. അതിൻ്റെ ഡിവിഷനാണ് കൊടുത്തിരിക്കുന്നത്. സോഷ്യോളജി 2 മാർക്ക്, സൈക്കോളജി 2 മാർക്ക്, നഴ്സിംഗ് ഫൗണ്ടേഷൻ 7 മാർക്ക്, മൈക്രോബയോളജി 3 മാർക്ക്, ഫാർമക്കോളജി 3 മാർക്ക്. ദെൻ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയുള്ള 2 സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, 3 മാർക്ക് വീതം. ദെൻ റെസ്പിറേറ്ററി, ഗ്യാസ്ട്രോ, റീനൽ, എൻഡോക്രൈൻ, മസ്കുലോ, ഇൻ്റർമെൻ്ററി, INT ഇത്രയും 2 മാർക്ക് വീതം. ഹെമറ്റോളജി, ഇമ്മ്യൂണോളജി ഓരോ മാർക്ക്, ഓൺകോളജി 2 മാർക്ക്. ഇത്രയും വെയിറ്റേജ് ആണ് അവിടെ വരുന്നത്. എന്തിനാണ് ഈ വെയിറ്റേജിനെ പറ്റി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ എത്ര സമയം അലോട്ട് ചെയ്യണം എന്നുള്ളത് അതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ? ക്ലിയർ സാറേ ആ ആവുന്നുണ്ട് സർ. സ്ക്രീൻ സാറേ അതിന്റെ സ്ക്രീൻ ആദ്യം മുതൽ ഒന്നുകൂടെ ഒന്ന് കാണിക്കാവോ? തീർച്ചയായിട്ടും. ഈ ക്ലാസ് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു ആവർത്തി കൂടി കേൾക്കാൻ അവസരം തരും സിനു. ഓക്കെ, സർ റെക്കോർഡഡ്. റെക്കോർഡറാണ് അല്ലേ? ഓക്കെ. Yes. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു വിടുകയാണേ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സ്പെഷ്യാലിറ്റി ഏരിയ പറ്റിയാണ്.
OBG, പീഡിയാട്രിക്സ്, മെൻ്റൽ ഹെൽത്ത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. 7 മാർക്ക് വീതമാണ് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെയിറ്റേജ്. സമയം അലോട്ട് ചെയ്യുമ്പോൾ ആ രീതിയിൽ നോക്കുക. പല കുട്ടികളും പഠിക്കുന്ന ഒരു രീതി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. രീതി എന്ന് പറയുമ്പോൾ ഇവർ ചെയ്യുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എടുത്തു വെക്കും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് 1 മാസം. എത്ര മാർക്ക് അതിൻ്റെ വെയിറ്റേജ്? 3 മാർക്ക്. 1 മാസമാണ് എടുക്കുന്നത് പഠിക്കാൻ. പിടിയിട്ടില്ലേ? പക്ഷേ ചില സബ്ജക്റ്റുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ചില എക്സാമിനേഷന് പഠിക്കേണ്ടിയിരിക്കുന്നു. അത് വാസ്തവം, അതിനകത്ത് സംശയമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ശ്രീചിത്രയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, അടുത്ത മാസം നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ശ്രീചിത്രയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, അവിടെ സെൻട്രൽ നെർവസ് സിസ്റ്റവും കാർഡിയോ വാസ്കുലർ സിസ്റ്റവും മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചോണം. റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഡെപ്തിൽ പഠിച്ചോണം. അവിടെ വെയിറ്റേജ് ഈ മൂന്നും ആയിരിക്കത്തില്ല. ഏകദേശം 25 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം, കാർഡിയോ വാസ്കുലർ സിസ്റ്റം, അതേപോലെ മെൻ്റൽ ഹെൽത്ത്, അതേപോലെ തന്നെ റിസർച്ച് ആൻഡ് സ്റ്റാറ്റ്. അതിലേക്ക് ഞാൻ എത്തിയില്ല, റിസർച്ച് ആൻഡ് സ്റ്റാറ്റിലേക്ക് നോക്കിക്കൊള്ളുക. ഈ ഒരു ഏരിയ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, നഴ്സിംഗ് എഡ്യൂക്കേഷൻ, നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റ്, ദെൻ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, നഴ്സിംഗ് തിയറീസ്. ഏകദേശം 23 തൊട്ട് 25 മാർക്കിൻ്റെ വെയിറ്റേജ് ഇവിടെയാണ് നിൽക്കുന്നത്. ഒരു എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ റാങ്ക് ഡിസൈഡിങ് ഏരിയാസ്, റാങ്ക് മേക്കിംഗ് ഏരിയാസ്. ഇത് സ്കോർ ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുതിയ ആപ്പ് ശരിക്കും എഴുതേണ്ടതാണ്. സോറി, ഈ ഏരിയ ക്ലിയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 4-1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുകയാണ്. അവിടെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യം, മറ്റാൾക്കാർ സ്കോർ ചെയ്യാത്ത മേഖലയിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് റാങ്ക് മേക്കിംഗ് ഏരിയ ആയിട്ട് മാറുന്നത്. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്? ശരി. ഇനി അടുത്തത്, ഇത്രയും സിലബസ് പഠിക്കുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് ക്ലിനിക്കൽ ഏരിയാസ് ഉണ്ട്. പ്രത്യേകിച്ച് നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്ക് പോകുന്ന ആൾക്കാർ, അല്ല ട്യൂട്ടർ പോസ്റ്റിലേക്ക് പോകുന്നവരും അവർ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി കൂടി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്ലിനിക്കൽ ഏരിയാസ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്ന് റിവ്യൂ ചെയ്യണം. ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഈ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിക്കണം. അപ്പോൾ അവിടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടോ? ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും ഈ പറഞ്ഞ ലാബ് വാല്യൂസ് അല്ലെങ്കിൽ നോർമൽ വാല്യൂസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ ഡിസീസ് ആൻഡ് ഇറ്റ്സ് പ്രൈമറി സൈൻ, ഇൻക്രീസ് ഐസിപിയുടെ പ്രൈമറി സൈൻ എന്താണ്, നെഫ്രോട്ടിക് സിൻഡ്രത്തിൻ്റെ പ്രൈമറി സൈൻ എന്താണ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ്റെ പ്രൈമറി സൈൻ എന്താണ്, ഇത്തരത്തിൽ നിരവധി ക്വസ്റ്റ്യൻ. ദെൻ പെരി ഓപ്പറേറ്റീവ് നഴ്സിംഗ്, പ്രീ ഓപ്പറേറ്റീവ്, ഇൻട്രാ ഓപ്പറേറ്റീവ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ. എത്തിക്സ്, അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ECG വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും ആ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കും. പഴയ പോലല്ല. ECG പണ്ട് ഇന്നും എല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത്, നിങ്ങൾ പഠിക്കാത്ത രീതിയാണ് നിങ്ങൾ ECG ഭയപ്പെടുന്നത്. ECG എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ECG കണ്ട് തന്നെ പഠിക്കണം. ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് 10, 60, 70 സ്റ്റുഡൻസ് ഉള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ അവർക്ക് വെക്കുന്ന ഒരു നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ECG ആയിട്ട് വരാൻ പറയും. ഓരോരുത്തരും ഓരോ ECG സ്ട്രിപ്പായിട്ടായിരിക്കും വരുന്നത്. ECGയുടെ സമവാക്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനോടൊപ്പം അവരോട് കയ്യിലിരിക്കുന്ന ECG റീഡ് ചെയ്യാൻ വേണ്ടി പറയും. അവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഒരുപക്ഷെ ഒരു കാർഡിയോളജിസ്റ്റിന് ഒരു OPയിൽ പോലും അത്ര ECG ചില സമയത്ത് കിട്ടില്ല. നമ്മൾ അത്രയും ECGയിലൂടെ ഈ കുട്ടികളെ കടത്തി വിടുമ്പോൾ നമ്മൾ തിയറിയിലൊന്നും കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ECGയിൽ കണ്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓരോ ഡീവിയേഷൻസ് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അത്തരത്തിൽ ECG പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ECG ഒരു ഹരമായി മാറും. ഹരം എന്താ? എവിടെ ആരുടെ കയ്യിൽ ഒരു ECG കണ്ടാലും അത് മേടിച്ചൊന്ന് നോക്കണമെന്നൊരു തോന്നൽ. അതാ ഞാൻ പറയുന്നത്, ഓരോ കാര്യങ്ങളും പഠിക്കേണ്ട ഒരു രീതിയും കാര്യങ്ങളും ഉണ്ട്. അതിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം
ചുരുങ്ങി ചുരുങ്ങി വരും. പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫീഡ്ബാക്ക് എനിക്ക് തരണമെന്നില്ല, സിനുവിനെ അറിയിച്ചാൽ തന്നെ ഞാൻ അറിയും. കാരണം നിങ്ങൾ ഇതിനകത്ത് ഒരു എയിംലെസ് ആയിട്ട്, ഹോപ്പ്ലെസ് ആയിട്ട്, നമ്മൾ ഈ ഹോപ്പ്ലെസ്, ഹെൽപ്ലെസ് ആൻഡ് വർത്ത്ലെസ് എന്ന് പറയുന്ന 3 ടേമുകൾ പഠിക്കും. എവിടെയാണ് പഠിക്കുന്നത്? ഡിപ്രഷനിൽ. പക്ഷെ നമ്മുടെ കൂട്ടത്തിലും ചില ആൾക്കാരുണ്ട് ഹോപ്പ്ലെസ്, ഹെൽപ്ലെസ്, ഈ 2 കാറ്റഗറിയിലൂടെ കടന്നു പോകുന്നത്. ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ അവർ മൈൽഡ് ഡിപ്രഷനിലേക്ക് എത്തും എന്നർത്ഥം. ആ ഹോപ്പ്ലെസ്, ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ഈ ക്ലാസ്സിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിജയമാണ്. ഓക്കെ, ഡെഫിനറ്റായിട്ടും അതിലേക്ക് നമുക്ക് പിന്നെ വരാം. എനിവേ, ഈ 100 സെക്ഷൻ, ഇത്തരത്തിൽ 100 ക്ലിനിക്കൽ സെക്ഷൻസ് ഉണ്ട്. 6ാമത്തെ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതിനകത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മാത്രമല്ല വരുന്നത്, എല്ലാ തരത്തിലുള്ള ബ്ലഡ് പ്രോഡക്റ്റിൻ്റെ ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. ഓക്സിജൻ തെറാപ്പി അപ് ടു വെന്റിലേറ്റർ വരെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. IV തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊത്തം സൊല്യൂഷൻ ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ നിന്ന് കിട്ടും. മെഡിക്കോ ലീഗൽ കേസസ്, ഹെൽത്ത് കലണ്ടർ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? അൾഷിമേഴ്സ് ഡേ അല്ലെങ്കിൽ ഹാർട്ട് ഡേ, മെൻ്റൽ ഹെൽത്ത് ഡേ, അങ്ങനെയുള്ള ഹെൽത്ത് കലണ്ടർ ഒരു ചാപ്റ്ററായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ 1 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്തരത്തിൽ 100 സെക്ഷൻസ് ഉണ്ട്. എല്ലാം കൂടി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പറയാൻ ശ്രമിച്ചാൽ നമ്മുടെ ഈ സെക്ഷൻ തീരില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പിന്നീട് എന്നെ ബന്ധപ്പെട്ടാൽ ഞാൻ ഒരു PDF ഷെയർ ചെയ്ത് തരാം. അത് പിന്നീട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ അതുകൂടി പഠിച്ച് വേണം നിങ്ങൾ അതുകൂടെ പഠിച്ച് കഴിഞ്ഞ് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്, അതിൻ്റെ സ്ട്രാറ്റജിയെ പറ്റിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ട് ഉള്ള കൂട്ട് തന്നെ PSCക്ക് അതിൻ്റേതായ ഒരു ട്രാക്കുണ്ട്, ഒരു PSC ട്രാക്ക്. ആ ട്രാക്കിലേക്ക് നിങ്ങൾ എത്താൻ കഴിഞ്ഞാൽ, ഈ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രാക്കുണ്ട്, ആ ട്രാക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വലിയൊരു കയറ്റം. ആ കയറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പോകാൻ മടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ആൾക്കാർ നിങ്ങളെ ഇങ്ങനെ തള്ളി തള്ളി മുകളിലേക്ക് കയറ്റി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇങ്ങനെ തള്ളി കയറ്റുന്ന സമയത്ത് നിങ്ങളുടെ ഫോഴ്സ് മൊത്തം ബാക്കിലേക്ക് നിൽക്കുകയാണ്. അവിടെ വലിയ എഫർട്ട് എടുത്തായിരിക്കും നിങ്ങളെ തള്ളി മുകളിലേക്ക് കയറ്റുന്നത്. അങ്ങനെ കുറച്ച് ദൂരം എത്തുമ്പോൾ നിങ്ങൾ പിച്ച വെക്കാൻ തുടങ്ങും, ചെറുതായിട്ട് പതുക്കെ നടക്കാൻ തുടങ്ങും. അങ്ങനെ പതുക്കെ നടന്ന് കുറച്ച് മുകളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ മുകളിലൊരു പ്രകാശം കാണും. ആ പ്രകാശം കാണുമ്പോൾ നിങ്ങൾ നടക്കുന്നതിൻ്റെ വേഗത കൂടും. നിങ്ങൾ സപ്പോർട്ടില്ലാതെ തന്നെ വേഗത്തിൽ നടക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ തേടി തേടി വരും, ലക്ഷ്യം അടുത്തടുത്ത് വരും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ഏതായാലും എത്തിച്ചേരും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഇതിൽ പല ഘട്ടത്തിൽ പല ആൾക്കാർ നിങ്ങളെ സ്വാധീനിക്കും. ദാറ്റ്സ് ഓൾ. അതിൽ ഇടപെടുന്ന ആൾക്കാരാണ് ഞാനും സിനുവും ഒക്കെ. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആയോ? ഇനി പഠിക്കാനുള്ള മാർഗങ്ങൾ. PSC ആയിട്ട് ബന്ധപ്പെട്ട് ചില തന്ത്രങ്ങളും മന്ത്രങ്ങളും ഫോമുലാസും ഒക്കെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അനാട്ടമി ഫിസിയോളജിയിൽ നമ്മൾ തുടങ്ങുന്നു. 1-2 കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓർഗൻസ്, വെയിറ്റ് ആൻഡ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ചോദിക്കും. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള പല ഓർഗൻസ് ആണ് ഈ താഴോട്ട് കൊടുത്തേക്കുന്നത്. കിഡ്നി, ഹാർട്ട്, ലങ്സ്, ബ്രെയിന്, ലിവർ. ഇതിൻ്റെ വെയിറ്റ് പല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് പഠിച്ചു നോക്കിയേ. ഇപ്പോൾ കിഡ്നിയുടെ വെയിറ്റ് അല്ലെങ്കിൽ സ്പെയിൻ്റെ വെയിറ്റ് 150 gram ആണ്. അതിൻ്റെ ഇരട്ടി എത്ര? 300 gram ആണ് നമ്മുടെ ഹാർട്ടിൻ്റെ വെയിറ്റ്. 300ൻ്റെ ഇരട്ടി എത്ര? 600 to 700 gram ആണ് ലങ്സിൻ്റെ വെയിറ്റ്. ദെൻ അതിൻ്റെ ഇരട്ടി എത്ര? 700, 1400 അതാണ് ബ്രെയിൻ്റെ വെയിറ്റ്. ദെൻ 1500 അതുകൂടി പഠിച്ചോളുക, അതാണ് ലിവറിൻ്റെ വെയിറ്റ്. ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ. കിഡ്നി 150, ഹാർട്ട് 300, ലങ്സ് 600 to 700, ബ്രെയിൻ 1400, ദെൻ ലിവർ 1500. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
മിനിമം ടൈമിൽ നമ്മൾ 6 ക്വസ്റ്റ്യൻ പഠിച്ചു. നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പല ഭാഗങ്ങളിൽ എഴുതി വച്ചേക്കുന്ന സാധനം നമ്മളൊരു പാറ്റേൺ രൂപത്തിൽ ഇത്തരത്തിൽ പഠിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റും, കൂടുതൽ കാലം ഓർത്തിരിക്കാൻ പറ്റും. ഇതാണ് PSCയുടെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ട്രാക്കിലേക്ക് നിങ്ങൾ എത്താൻ ശ്രമിക്കുക. ഇവിടെയൊക്കെ നോക്ക്, ഇതിനെ നമ്പർ ബേസ്ഡ് ന്യൂമോണിക്സ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് അടുത്തതിനകത്ത് നമുക്ക് കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം, താഴെ നിന്ന് തുടങ്ങാം. നമ്മുടെ ഡയഫ്രത്തെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഡയഫ്രത്തിൽ 3 ഓപ്പണിങ്ങുകളുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്ത് പോകുന്ന 3 സംഭവങ്ങളാണ്. ഒന്ന് ഇൻഫീരിയർ വെന കാവ, രണ്ടാമത്തെ ഈസോഫാഗസ്, മൂന്നാമത്തത് ഡിസെൻഡിങ് അയോട്ട. ഇത് ഏത് വെർട്ടിബ്രൽ ലെവലിലാണ് ഡയഫ്രത്തെ ബ്രേക്ക് ചെയ്യുന്നത്? പല പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്, പലരും തെറ്റിച്ചിട്ടുണ്ട്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്താം. അവിടെ വിനാക്കാവ എന്ന് പറയുമ്പോൾ എഴുതി നോക്കുക, വിനാക്കാവയ്ക്ക് എത്ര ലെറ്റർ ഉണ്ട്? 8 ലെറ്റർ. സോ T8 ലെവലിലാണ് ഇത് ഡയഫ്രത്തെ ബ്രേക്ക് ചെയ്യുന്നത്. അടുത്തത് ഈസോഫാഗസ്, 10 ലെറ്റർ. എണ്ണി നോക്കിക്കോണം, 10 ലെറ്റർ. T10 ലെവലിലാണ് ഇത് ഡയഫ്രത്തെ ബ്രേക്ക് ചെയ്യുന്നത്. എണ്ണുന്നതൊക്കെ പിന്നീട് ചെയ്യാം. അയോട്ടിക് ഹയാറ്റസ് എന്ന് വെച്ചാൽ അയോട്ടിക് ഓപ്പണിംഗ്. എണ്ണി നോക്കുക, 12 ലെറ്റർ. T12 ലെവലിലാണ് ഇത് ഡയഫ്രത്തെ ബ്രേക്ക് ചെയ്യുന്നത്. പരീക്ഷ ഹോളിൽ വെച്ച് മറന്നുപോയി, ക്വസ്റ്റ്യൻ ചോദിച്ചു ഈസോഫാഗസ്, എഴുതി നോക്കുന്നു, 10 ലെറ്റർ, T10 ലെവൽ. എങ്ങനെയുണ്ട്? ഇതാണ് ഞാൻ പറഞ്ഞ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞത്. ഈ തിരിച്ചറിവുകൾ നമുക്ക് ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മളെക്കാൾ ഇതറിയാവുന്ന ആൾക്കാർ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അവർ ഒരു പക്ഷേ നമ്മൾ ഇത് ടെട്രോളജി ഓഫ് ഫാലറ്റ്. എന്താണ് ഈ ടെട്രോളജി ഓഫ് ഫാലറ്റ്? ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ന്യൂമോണിക്സ് ഉപയോഗിച്ച് നമുക്ക് ഓർക്കാൻ പറ്റും. ഡ്രോപ്പ്, D എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫക്റ്റ്, R എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, O മീൻസ് ഓവർ റൈഡിങ് ഓഫ് അയോട്ട, ദെൻ P മീൻസ് പൾമണറി സ്റ്റീനോസിസ്. ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഡിഫക്റ്റ്, അത് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ആണ്. R റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, O മീൻസ് ഓവർ റൈഡിങ് ഓഫ് അയോട്ട, P മീൻസ് പൾമണറി സ്റ്റീനോസിസ്. ഇവിടെ നമ്മൾ ഫോക്കസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇവിടെ ടെട്രോളജി ഓഫ് ഫാലറ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. പെൻഡോളജി ഓഫ് ഫാലറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പെൻഡോളജി ഓഫ് ഫാലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രോപ്പിൻ്റെ കൂട്ടത്തിൽ ASD കൂടി ചേർന്ന് വന്നാൽ അത് പെൻഡോളജി ഓഫ് ഫാലറ്റായി. ഇനി ട്രയോളജി, ട്രൈ എന്ന് വെച്ചാൽ 3 ഡിഫക്റ്റുകൾ മാത്രമുള്ള ട്രയോളജി ഓഫ് ഫാലറ്റ് ഉണ്ട്. ട്രയോളജി ഓഫ് ഫാലറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ പേരിൻ്റെ ആദ്യത്തെ 3 ലെറ്റർ എന്ന് ഞാൻ പണ്ടേ പറയാറുണ്ട്, അത് PRA എന്നുള്ളതാണ്. P മീൻസ് പൾമണറി സ്റ്റീനോസിസ്, R മീൻസ് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, A മീൻസ് ASD. ദെൻ ഇതിനുപരിയായിട്ട് പിങ്ക് ഫാലറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്ന് പറയുന്നതിന് ഒരു സൈനോസിസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സൈനോസിസ് ഇല്ലാതെ പിങ്ക് കളറിൽ നോർമൽ കളറിൽ ഇരിക്കുന്നതിനെയാണ് നമ്മൾ പിങ്ക് ഫാലറ്റ് എന്ന് പറയുന്നത്. ഒറ്റ സ്ലൈഡ് 4 സമവാക്യങ്ങൾ. ടെട്രോളജി ഓഫ് ഫാലറ്റ്, പെൻഡോളജി ഓഫ് ഫാലറ്റ്, ട്രയോളജി ഓഫ് ഫാലറ്റ്, ദെൻ പിങ്ക് ഫാലറ്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? യെസ് സർ. ദെൻ നെക്സ്റ്റ്. ഓക്കെ, ഇതേപോലെ കുറേ ഡയമെൻഷൻസ് ഉണ്ട്. 25 സെൻറ്റിമീറ്റർ ഉള്ള ഓർഗൻസ്, അല്ലെങ്കിൽ ലെങ്ത് 25 സെൻറ്റിമീറ്റർ നിൽക്കുന്ന കാര്യങ്ങൾ, 45 സെൻറ്റിമീറ്റർ നിൽക്കുന്ന കാര്യങ്ങൾ, 10 സെൻറ്റിമീറ്റർ നിൽക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ലിസ്റ്റ് ചെയ്തൊരു ഓർഡറിൽ അങ്ങ് പഠിക്കുക. ഇവിടെ നമുക്ക് 25 സെൻറ്റിമീറ്റർ ഒന്ന് പഠിച്ചു നോക്കാം. ലെങ്ത് ഓഫ് ഈസോഫാഗസ്, എല്ലാവരും ഈസോഫാഗസ് ഏരിയയിൽ ഒന്ന് കൈവച്ചേ. ദെൻ അതിൻ്റെ തൊട്ട് താഴെ ഡിസെൻഡിങ് കോളൻ, അതിൻ്റെ ലെങ്ത് 25 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ തൊട്ട് താഴെ യുറീറ്റർ,
അതിൻ്റെ ലെങ്തും 25 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, 25 സെൻറ്റിമീറ്ററുള്ള ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു? ഈസോഫാഗസ്, ഡിയോഡിനം, ഡിസെൻഡിങ് കോളൻ ആൻഡ് യൂറീറ്റർ. ഇത് നമ്മൾ പല ഭാഗങ്ങളിൽ എഴുതി വെക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പരീക്ഷാ ഹോളിൽ കണക്ട് ചെയ്യാതെ പോകുമ്പോൾ നമ്മുടെ മാർക്ക് അങ്ങ് പോകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഹോമിയോയുടെ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. അവിടെ യൂറീറ്ററിൻ്റെ ലെങ്ത് ചോദിച്ചു. പരീക്ഷ എഴുതിയവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അടുത്ത അതേ നമ്പർ ന്യൂമോണിക്സ് ആണ്. നമ്മുടെ ട്രക്കിയ താഴോട്ട് വന്ന് 2 ബ്രോങ്കിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഏത് ലെവലിലാണ്? ട്രക്കിയ താഴോട്ട് വന്ന് 2 ബ്രോങ്കിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഏത് വെർട്ടിബ്രൽ ലെവലിലാണ് എന്നാണ് പരീക്ഷാ ക്വസ്റ്റ്യൻ. ബ്രോങ്കെ എന്ന് എഴുതി നോക്കുക. എത്ര ലെറ്റർ ഉണ്ടെന്ന് എണ്ണുക. 3, 4, 3, 7. ഇത് T7 ലെവലിലാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പഠിക്കുക. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇത് 45 സെൻറ്റിമീറ്ററിൻ്റെ ആണ്. ഞാൻ ഓരോന്നിലേക്കും പോകുന്നില്ല. നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഗ്ലാൻസ് ആൻഡ് വെയിറ്റ് ഈസി ആയിട്ട് ഈ ഒരു പാറ്റേണിൽ നമുക്ക് പഠിക്കാൻ പറ്റും. OBGയിൽ ഒരുപാട് മാസങ്ങൾ നമുക്ക് ഈ ടൈമിൽ പഠിക്കാൻ പറ്റും. പ്ലാസൻ്റ എന്ന് എഴുതുന്നതിന് 8 ലെറ്റർ ആണുള്ളത്. 8 ലെറ്റർ ഉള്ളപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫുള്ളി ഫോംഡ് അല്ലെ ഫുള്ളി ഡെവലപ്ഡ് ബൈ 8 വീക്സ്. ഈ രീതിയിലാണ് താഴോട്ടുള്ള ഓരോ കാര്യങ്ങൾ. ഓരോന്നിലേക്കും പോയി ഞാൻ സമയം കളയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ടൈം വേണം. ഓക്കെ. അതേപോലെ ഏജുമായിട്ട് ബന്ധപ്പെട്ട് വെയ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏജ് ആൻഡ് വെയ്റ്റ് ഇൻക്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പാറ്റേൺ ഉണ്ട്. അതെല്ലാം നമുക്ക് വഴിയെ പിന്നീട് പറയാം. എനിവേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ? എന്ത് പറയുന്നു? ക്ലിയർ ആണ്. അപ്പോൾ ഇതിനകത്ത് പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവാം. ചില ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജോലി എന്ന് പറയുന്ന സ്വപ്നം കയ്യിൽ നിന്ന് വഴുതിപ്പോയ ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ തുടങ്ങാനിരിക്കുന്നവരുണ്ടാവാം. ചിലവർ ജോലി നേടിയവർ കാണും. ഇത്തരത്തിലുള്ള എല്ലാ ആൾക്കാർക്കും പലതരത്തിലുള്ള സംശയങ്ങളും ഡൗട്ടുകളും ഒക്കെ ഉണ്ടാവാം. ഇതിൽ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഒരു പരിധി വരെ നമുക്ക് ഒരു ഡിസ്കഷനിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ ഒറ്റ കാര്യം പറയുകയാണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് പഠിക്കുന്ന കൂട്ട് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പഠിക്കുന്ന കാലത്ത് തന്നെ ഇതിൽ തന്നെ BSc നഴ്സിംഗ്, GNM ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മഴവില്ലിൻ്റെ കളർ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞേ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഓക്കെ. വിബ്ജിയോർ. വിബ്ജിയോർ. വിബ്ജിയോർ എന്ന് നിങ്ങൾ ഓർത്തിരിക്കാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ കളറുകൾ ഓർത്തിരിക്കാനുള്ള കാരണം എന്താണ്? ആ ഒരു ന്യൂമോണിക്സ് അത് അന്ന് വിബ്ജിയോർ എന്ന് അങ്ങനെ ആ പറഞ്ഞ കോഡ് വെച്ച് പഠിച്ചതുകൊണ്ട്. അപ്പോൾ ആലോചിക്കണം, ഏകദേശം 5ാം ക്ലാസ്സിൽ പഠിച്ച സംഭവം ഇന്ന് ഏകദേശം 15 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായല്ലേ? അത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളുടെ സബ്ജക്റ്റുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് എത്ര കാലം കഴിഞ്ഞാലും റീകളക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു കേസാണ് കാര്യകാരണ സഹിതം പഠിക്കുക. ഓക്കെ. MI എന്ന് പറയുന്ന പേഷ്യൻ്റ് വരുന്ന സമയത്ത് അയാൾക്ക് സെറ്റിംഗ് ഉണ്ടാവുന്നു. അതിൻ്റെ കാരണം എന്താണ്? അത്തരത്തിൽ പഠിക്കുന്നതിന് നമ്മൾ ബ്രെയിൻ മാപ്പിംഗ് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. ബ്രെയിൻ മാപ്പിംഗ് ടെക്നിക്ക്. ഞാൻ പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ? ബ്രെയിൻ മാപ്പിംഗ് ടെക്നിക്ക്. ഇനി അടുത്ത ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്ക് ഉണ്ട്. പണ്ട് ഒരു അധ്യാപകൻ, അതിനെ പ്രോബ്ലം സോൾവിങ് ലേണിംഗ് എന്ന് പറയും. ഒരു അധ്യാപകൻ, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചു, കഴിഞ്ഞ DME പരീക്ഷയ്ക്ക് ഇതേ രീതിയിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതിൻ്റെ ആൻസർ പ്രോബ്ലം സോൾവിങ് ലേണിംഗ് എന്നുള്ളതായിരുന്നു. ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് കയറുന്നു, ഒരു കെമിസ്ട്രി അധ്യാപകൻ. അതിനുശേഷം ക്ലാസ് ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം പുള്ളി ഒരു കോർണറിലേക്ക് കാണിച്ചിട്ട് പറയുകയാണ്, അവിടെ ഇരിക്കുന്ന അപ്പാറ്റസ് അതിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. വിത്തിൻ നോ ടൈം നമ്മളെല്ലാം അതിശ്വസിക്കും, മരിക്കും, ഞാൻ ഉൾപ്പെടെ.
ബട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു 2 കെമിക്കൽ നിങ്ങൾക്ക് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അത് ബാക്കിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ പ്രൊപ്പോർഷൻ ചിന്തിച്ച് കണ്ടുപിടിച്ച് ചെയ്യുക. ഇതിനെ പറയുന്ന പേര് ജീവമരണ പോരാട്ടം എന്നുള്ളതാണ്. കുട്ടികൾക്ക് അത് ചെയ്തില്ല എങ്കിലും മരണപ്പെടും, അതിനപ്പുറം ഒന്നുമില്ല. അവരാ പഠിപ്പിച്ച കാര്യം യൂട്ടിലൈസ് ചെയ്തു, അപ്ലൈ ചെയ്തു, അവരാ കെമിക്കൽ ഫോം ചെയ്തു, അത് റിലീസ് ചെയ്തു, അതിനെ ന്യൂട്രലൈസ് ചെയ്തു, അവർ രക്ഷപ്പെട്ടു. ജീവിതത്തിൽ ഈ വിഷയം മറക്കുമോ? ഏതെങ്കിലും പരീക്ഷ ഹാളിൽ വെച്ച് ആ സംഭവം മറന്നു പോകുമോ എന്ന് ആ കുട്ടികൾ? ഇതിനെ പറയുന്ന പേരാണ് ബ്രെയിൻ സ്റ്റോമിങ് ടെക്നിക്ക്. നമ്മൾ പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ വഴിയാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്തിനു വേണ്ടിയാ? കുട്ടികൾ ഒരു കാലത്തും മറക്കരുത്. ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ് ലേണിംഗ് എന്ന് പറയുന്നത്. നമ്പർ ന്യൂമോണിക്സ് ഞാൻ പരിചയപ്പെടുത്തി. ദെൻ ഇമേജ് ബേസ്ഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇമേജിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് അത് എന്നെന്നും ഓർത്തിരിക്കാൻ പറ്റും. അപ്പം ഈ കാര്യങ്ങളാണ് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഒരു PSCക്കോ UPSCക്കോ നോർസെറ്റിനോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കി വെക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ECG പഠിക്കുന്ന സമയത്ത് ECG കളക്ട് ചെയ്ത് 10, 20, 100 ECG കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം പഠിക്കുക. അല്ല ECG കാണാതെ ഒരു 6 വേവ് വരച്ചിട്ടിട്ട് ഇതാണ് ECG എന്ന് പഠിക്കുന്ന കുട്ടികൾ മരണം വരെ ECGയെ ഭയപ്പെടും. അത്രയേ ഉള്ളൂ, ഒറ്റ വാക്കിൽ പറഞ്ഞു. ശരി, നിങ്ങൾക്ക് ഇനി സംശയങ്ങൾ ചോദിക്കാം. ഡെഫിനറ്റായിട്ടും നിങ്ങൾ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫീഡ്ബാക്ക് തരണം, സംശയങ്ങൾ ചോദിക്കുക. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ സംശയമോ പഠിക്കേണ്ട ഡീറ്റെയിൽസോ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ ബന്ധപ്പെടാം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, പറഞ്ഞോളൂ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ചോദിച്ച് ക്ലിയർ ചെയ്ത് നമുക്ക് സെക്ഷൻ അവസാനിപ്പിക്കാം. ആർക്കും സംശയമൊന്നുമില്ല? പറഞ്ഞതെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കാമോ? സാറേ ഈ എല്ലാ എക്സാമിനും ഏജ് ലിമിറ്റ് ഇല്ലേ സാറേ? ഓക്കെ. ഏജ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് 1 സെക്കൻഡ് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞിച്ച് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാമേ. അപ്പോൾ ഏജ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ PSC ആയിട്ട് ബന്ധപ്പെട്ട് ആദ്യം തുടങ്ങാം. PSC ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ എക്സാമിനേഷനും, നമ്മുടെ എക്സാമിനേഷൻ മാത്രമല്ല എല്ലാ ജനറൽ എക്സാമിനേഷനും ഏജ് ലിമിറ്റ് 36 വയസ്സാണ്. 36 വയസ്സ് എന്ന് പറയുന്നത് OBC മീൻസ് ഈഴവ, അതേപോലെ തന്നെ മുസ്ലിം, അവർക്ക് 3 വർഷം കൂടി ഇളവ് കിട്ടും എന്ന് പറയുമ്പോൾ 39 വയസ്സ് വരെ. SC കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് 5 വർഷം ഇളവ് കിട്ടും എന്ന് പറഞ്ഞാൽ 41 വയസ്സ് വരെ. ദെൻ AP പോസ്റ്റുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള പോസ്റ്റുകൾക്ക് ഏജ് ലിമിറ്റ് 41 വയസ്സാണ്. ഇതേ 3 വർഷം റിലാക്സേഷനും 5 വർഷം റിലാക്സേഷനും ഇതേ കാറ്റഗറിക്ക് അവൈലബിൾ ആണ്. AP പോസ്റ്റുകൾക്ക് ഇപ്പോൾ ഏജ് ലിമിറ്റ് ഒഴിവാക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് വരുന്നുണ്ട്. കാരണം PhD കൂടി നേടിയെടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് പല ആൾക്കാർക്കും ഒരു ജോലിക്കുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ സർവീസിൽ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് അടുത്ത നോട്ടിഫിക്കേഷനിൽ ചിലപ്പോൾ ഏജ് ലിമിറ്റ് ഉയരാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി കൺഫേം ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല. ഇനി സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷൻ പണ്ട് എയിംസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഏകദേശം 35 വയസ്സ് വരെ നമുക്ക് ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നു. അതങ്ങ് ചുരുങ്ങി ഇപ്പം 31 വയസ്സിലെത്തിയിരിക്കുകയാണ്. ഇതേ പറഞ്ഞ 3 വർഷവും 5 വർഷവും റിലാക്സേഷനൊക്കെ കിട്ടുന്നുണ്ട്. അത് വീണ്ടും താഴ്ന്നു പോവുകയാണ്. ഇപ്പോഴത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു നയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം പ്രായത്തിൽ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ സർവീസിലേക്ക് എടുക്കണം. ക്ലിയർ ആണ്? ദെൻ അവരെ കൊണ്ടൊരു 53 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സിൽ അവരെ റിട്ടയർ ചെയ്യിപ്പിച്ച് പുതിയ ജനറേഷന് അവസരം കൊടുക്കണം. ആ ഒരു പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് എത്തും കുറച്ചും കൂടെ കഴിയുമ്പോൾ. 53 വയസ്സിൽ മസ്റ്റായിട്ട് റിട്ടയർ ചെയ്യണം എന്നുള്ള രീതിയിലേക്കൊക്കെ വർക്ക് ഫോഴ്സിന് നിർദ്ദേശം കൊടുക്കുന്ന ഒരു കാലഘട്ടം വരും. വിത്ത് ഓൾ അലവൻസ് ആയിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ ഈ ഏജ് ലിമിറ്റ് താഴോട്ട് വരുന്നതിന് ഒരു കാരണം അതാണ്.
ഇനി RRB പോലുള്ള എക്സാമിനേഷൻ 41-42 വയസ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു കാര്യവും മറന്നു കളയണ്ട. ESA എന്ന് പറയുന്ന എക്സാമിനേഷൻ എയിംസിൻ്റെ ഭാഗമല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 37 വയസ്സ് വരെ നമുക്ക് എഴുതാൻ അവസരം ഉണ്ടായിരുന്നു. 37 വയസ്സ് വരെ. ഓക്കെ, അപ്പോൾ ഏജ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീചിത്ര 35 വയസ്സായിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് നോട്ടിഫിക്കേഷനിൽ ഏജ് ലിമിറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഏജ് ലിമിറ്റിനെ പറ്റി ഞാൻ ചോദിച്ച ആളെ ഒന്നും വിചാരിക്കരുത്, ഞാൻ അല്ലാതെ പറയുകയാണ്. ഈ ഏജ് ലിമിറ്റിനെ പറ്റി ചിന്തിക്കേണ്ടി വന്നതിനുള്ള കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇത്രയും കാലം പാഴാക്കി കളഞ്ഞുകൊണ്ടല്ലേ. അപ്പോൾ സ്റ്റുഡൻസ് ഉള്ളവർ അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പഠിച്ചിറങ്ങി വരുമ്പോൾ എന്തുകൊണ്ട് ജോലി നേടിയെടുക്കണം, അല്ലെങ്കിൽ പിന്നീട് ഓരോ വർഷത്തിനും നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പറഞ്ഞോ, അടുത്ത ക്വസ്റ്റ്യൻ. സാർ, ഈ ശ്രീചിത്രയുടെ ഇനി വരുന്ന ഇത് എയിംസുമായിട്ട് ഇത് ചെയ്തിട്ടാണോ എക്സാം നടത്തുന്നത്? ശ്രീചിത്ര ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ഓട്ടോണമസ് ബോഡി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചിത്രയുടെ എക്സാമിനേഷൻ ഒരു കാലത്തും എയിംസ് നോർസെറ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷൻ എല്ലാം കൂടി ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കീഴിൽ നടത്തണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു നയം വന്നാൽ മാത്രം അങ്ങനെ പ്രതീക്ഷിക്കാം. അല്ല, ഇപ്പം നടക്കാൻ പോകുന്ന എക്സാമിനേഷൻ ചിത്ര ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നടത്തുന്നത്. ഓക്കെ, അതിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ എവിടാ വരുന്നത്? നോട്ടിഫിക്കേഷൻ ശ്രീചിത്രയുടെ സൈറ്റിൽ വരും. സൈറ്റിൽ വന്ന ഉടനെ നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി പോലുള്ള പത്രങ്ങളിൽ വരും, അതിൻ്റെ ആ പേജുകളിൽ വരും. നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ നോട്ടിഫിക്കേഷനെ പറ്റി അറിയാൻ വലിയ കാലതാമസം ഉണ്ടാകത്തില്ല. ഈ എയിംനയുടെ ഗ്രൂപ്പിൽ തന്നെ വരും. സിനു അറിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ അത് എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ടോ? ഞാനത് കാണുന്നില്ല, നോക്കട്ടെ. ഏജ് ലിമിറ്റ്, നെക്സ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസറുകൾ ഞാൻ പറഞ്ഞു പോവാം. ഓക്കെ, നെക്സ്റ്റ് DHS ഇയർ ആൻഡ് അപ്രോക്സിമേറ്റ് മന്ത്, ഏകദേശം അടുത്ത വർഷം മിഡിൽ എന്ന് പറഞ്ഞാൽ ഒരു മെയ് ജൂണോട് കൂടി പ്രതീക്ഷിക്കാം. നോർസെറ്റ് എക്സാം ഡീറ്റെയിൽസ്. നോർസെറ്റ് എല്ലാ വർഷവും വരുന്നുണ്ട്. അത് സാധാരണ ആവർത്തിക്കുന്ന ഓഗസ്റ്റ് മാസത്തിൽ അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരും. എക്സാം ഏകദേശം സെപ്റ്റംബറിൽ നടക്കും. 2 എക്സാമിനേഷൻ ഉണ്ട്, പ്രിലിമിനറി ഉണ്ട്, മെയിൻ എക്സാം ഉണ്ട്. അത് തമ്മിലുള്ള ഗ്യാപ്പ് ഏകദേശം ഒരു 20 തൊട്ട് 30 ദിവസം മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ട് പ്രിപ്പറേഷൻ വൈ എന്താണ്, വെൻ ഷുഡ്, എത്രയും പെട്ടെന്ന്. ഞാൻ പറഞ്ഞു, രാജസ്ഥാനിൽ എപ്പോൾ ഞാൻ നോർസെറ്റ് പഠിച്ച് തുടങ്ങണം എന്നുള്ള ക്വസ്റ്റ്യനാണ്. രാജസ്ഥാനിൽ ഒരു വർഷമായിട്ട് കുട്ടികൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എത്ര പെട്ടെന്ന് തുടങ്ങുന്നു, നിങ്ങൾ അത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഏത് ബുക്സാണ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്? പല ബുക്സുകളുണ്ട്. ഇപ്പോൾ നോർസെറ്റ് പോലുള്ള എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നോർത്ത് ഇന്ത്യൻ ബുക്കുകൾ അതിനുവേണ്ടി സഹായം ചെയ്യാറുണ്ട്. നമ്മുടെ തന്നെ A1 നക്ഷൽ പോലുള്ള ബുക്കുകൾ അതിന് പ്രയോജനം ചെയ്യാറുണ്ട്. അത്തരത്തിൽ നിരവധി ബുക്കുകൾ അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ക്യാൻ ഐ ആഡ് സം പോയിന്റ്സ്? ഞാൻ എന്ത് വിഷയമായിട്ടാണ് ലിൻസു പറയേണ്ടത്? ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയണോ? ഹലോ, ഗുഡ് ഈവനിങ് സർ. ഞാൻ ഒരു പറഞ്ഞോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തിക്കോളാമേ. ഞാൻ ആക്ച്വലി പിള്ളേർക്കൊരു മോട്ടിവേഷൻ, പിള്ളേർക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് നടക്കുന്ന കാര്യമാണോ എന്നൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ആഡ് ചെയ്യാണ്. തീർച്ചയായിട്ടും. ഞാൻ ഓക്കെ. 2011 BS നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് 4th ഇയറിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം വാങ്ങിച്ചൊരു ബുക്ക് നട്ട്ഷെൽ എന്ന് പറഞ്ഞിട്ട് പ്രദീപ് സാർ എഴുതിയൊരു ബുക്കാണ്. അതിൽ നിന്നാണ് നമുക്ക് ഈ ഗവൺമെന്റ് എക്സാമിന് ഇത്രയും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉണ്ട്, ഇത്രയും എക്സാംസ് നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ബോധം തന്നെ നമുക്ക് വന്നത്. കാരണം നമ്മൾ എവിടെയോ ഗൾഫിലോ എവിടെയോ പോകാനായിട്ടാണ് നഴ്സിംഗ് പഠിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരു ജോലി കിട്ടും എന്നൊരു ബോധ്യം ആദ്യം ഉണ്ടായത് അതിൽ നിന്നാണ്. താങ്ക് യു സോ മച്ച് സാർ. എനിക്ക് നേരിട്ട് പറയാൻ പറ്റതിൽ വളരെയധികം സന്തോഷം. അതിനുശേഷം എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ഒരു 1 ഇയർ ഞാൻ ക്ലിനിക്കൽസ് ചെയ്തതിന് ശേഷം ആ സമയം തൊട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു 4-5 വർഷം കൊണ്ടൊരു
28-30 എക്സാമുകളും ഞാൻ MSc എൻട്രൻസസ് അതുപോലെ ഗവൺമെന്റ് എക്സാംസ് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ അതിലെല്ലാം ഓക്കെ ആദ്യം ഞാൻ എടുക്കുന്ന ബുക്ക് നട്ഷെല്ലായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കൂടുതൽ എൻക്ലക്സ് ആർ പോലുള്ള ബുക്കുകളൊക്കെ എടുത്തിട്ടുള്ളത്, കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ. ഓക്കെ ആ, ഓക്കെ ഈ ഓക്കെ നിമോണിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിള്ളേർ കുറച്ചും കൂടി അതുപോലുള്ളൊരു ബുക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഈസിയാണ്. നമ്മൾ ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്ന നിമോണിക്സ് ഉണ്ട് നട്ഷെല്ലിലെ. അപ്പൊ ഓക്കെ ഓക്കെ അതൊക്കെ നമ്മൾ ഓക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോ ഞാൻ സർവീസിൽ സെൻട്രൽ ഗവൺമെന്റ് സർവീസിൽ കയറിയിട്ട് ഇപ്പോൾ 8 വർഷമാവുന്നു. ഓക്കെ 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 ആ, ഓക്കെ. ഞാനിപ്പോ കറന്റ് വർക്ക് ചെയ്യുന്നത് പേരെന്തായിരുന്നു? ഡോക്ടർ ലിൻസു എന്നാണ് എന്റെ പേര്. ഞാൻ എയിംനയുടെ ലിൻസു. ഓക്കെ അക്കാഡമിക് ആ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ 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 ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ആഡ് ചെയ്യാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ്. നമുക്ക് ആ ആ ഇപ്പോ എല്ലാ നോർസിറ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എയിംസുകളിലോ അല്ലെങ്കിൽ ഏത് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താലും നമുക്ക് ഇപ്പോൾ ഒരു ഓപ്ഷൻ ഉള്ളത് ടെക്നിക്കൽ റെസിഗ്നേഷൻ, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു സ്ഥലത്ത് ജോയിൻ ചെയ്യണം, ഏതെങ്കിലും ഒരു എയിംസിലേക്ക് നമുക്ക് അതെ അതെ മാറണം. അതെ അതെ അങ്ങനെ അതെ ഒരു അതെ. ചാൻസ് ഇപ്പോൾ നിലവിലുണ്ട്. നമുക്ക് നേരിട്ട് അങ്ങനെ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ വളരെ കുറവാണ്. വളരെ ഓക്കെ റെയർ കേസുകളിലേ കിട്ടാറുള്ളൂ. പക്ഷെ നമ്മൾ വീണ്ടും നോർസിറ്റ് എഴുതി നമുക്ക് പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ജോയിനിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ 1 മന്ത് ടെക്നിക്കൽ റെസിഗ്നേഷൻ കൊടുത്തിട്ട് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ ഒപ്പം നമുക്ക് ഈ സർവീസ് അവിടെ ആഡ് ആവും. നമ്മുടെ ഓക്കെ എത്രയായിരുന്നു നമ്മൾ സാലറി കിട്ടിക്കൊണ്ടിരുന്നത് ആ സാലറിയിൽ നിന്ന് ആഡ് ആയിട്ടായിരിക്കും. ഇപ്പൊ 3 ഇയർ ആണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആഡ് ആയിട്ടാണ് അടുത്ത് ഞാൻ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് സർവീസ് ആഡ് ആവുന്നത്. അപ്പൊ സാലറിക്ക് നമുക്കൊരു വീണ്ടും നമ്മൾ താഴേക്ക് പോകില്ല, നമ്മൾ കൂടിക്കൊണ്ടിരിക്കുകയേ ഉള്ളൂ. ഓക്കെ അതുപോലെ ഓക്കെ. തന്നെ ലിൻസു പറഞ്ഞത് ഞാൻ അത് ക്ലാരിഫൈ ചെയ്യാം. ലിൻസു ആ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വീണ്ടും തിരിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് പോകണം, നമുക്ക് അവിടെ പറ്റുന്നില്ല, നമുക്ക് പഴയ ഹോസ്പിറ്റലായിരുന്നു ഓക്കെ എന്നുണ്ടെങ്കിൽ ആ ഒരു 2 ഇയേഴ്സിനുള്ളിൽ നമുക്ക് തിരിച്ചു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഫൈൻ. ഞാൻ ഉദ്ദേശിച്ചത് ഇഷ്ടംപോലെ എയിംസ് ഇപ്പൊ വരുന്നുണ്ട്, നാട്ടിലും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഏത് എയിംസിലേക്ക് നിങ്ങൾക്ക് മാറണം, നിങ്ങൾക്ക് പർട്ടിക്കുലർ ഒരു ഏരിയയിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും നോർസിറ്റ് എഴുതണം. പക്ഷെ നമ്മുടെ സർവീസ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അത് എപ്പോഴും നമ്മുടെ പേ പ്രൊട്ടക്ഷൻ അതേപോലെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് പേയിൽ അല്ലെങ്കിൽ സാലറിയിൽ വ്യത്യാസം വരാതെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഒപ്പം നമുക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസും സെൻട്രൽ ഗവൺമെന്റ് സർവീസിൽ ഇപ്പോൾ കൂടുതലാണ്. കാരണം പുതിയ റിക്രൂട്ട്മെന്റ് റൂൾസ് അനുസരിച്ച് നമുക്ക് പ്രൊമോഷൻസ് വേണമെങ്കിൽ നമ്മൾ ഹയർ സ്റ്റഡീസ് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ നമുക്ക് ഓക്കെ 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 വിത്ത് സാലറി നമുക്ക് 5 ഇയേഴ്സ് കഴിഞ്ഞ് നമുക്ക് MSCയോ ഒക്കെ നമുക്ക് അതെ. പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓക്കെ അതിന്റെ ഓക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാനത് പറയാണ്. ഞാൻ ഓക്കെ ഇപ്പോൾ MSc കഴിഞ്ഞിട്ടാണ് ഞാൻ സെൻട്രൽ ഗവൺമെന്റ് സർവീസിൽ ജോയിൻ ചെയ്തത്. പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെ PhD ഓക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. നമുക്ക് സർവീസും ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് പഠിക്കാനും പറ്റുന്നുണ്ട്. ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് സെൻട്രൽ ഗവൺമെന്റ് സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസ് ചൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ വേറെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പുറത്തേക്കുള്ള നോക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം എത്ര നല്ലൊരു ഓപ്ഷൻ നമുക്ക് ഇന്ത്യയിൽ ഓക്കെ ഉള്ളപ്പോ കുട്ടികളെ എന്തായാലും അത് ട്രൈ ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് എന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിന്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അതിന് നമുക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ ക്ലാസ്സിൽ കൂടെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ലിൻസു. താങ്ക് യു സോ മച്ച്. ലിൻസു അല്ലേ? ലിൻസു. ഓക്കെ. ആദ്യം ലിൻസുവിന് വളരെ വലിയൊരു നന്ദി പറയുകയാണ്. കാരണം 15 കൊല്ലം മുമ്പ് ഞാൻ ചെയ്ത ഒരു ബുക്കാണ് നക്സൽ ബസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് ഇത്രയും ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഇതിനെപ്പറ്റി ഒന്നും വലിയ ധാരണയില്ലാത്ത ഒരു ഗ്രൂപ്പിലേക്കാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയാണ്. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള ഒരു ബുക്ക് ഉപയോഗിച്ചെന്നും അത് പ്രയോജനം ചെയ്തെന്നും ഒക്കെ അറിയാൻ കഴിയുന്നത് എന്ന് പറയുമ്പോൾ 15 കൊല്ലം മുമ്പ് ഞാനെടുത്ത ആ ഒരു എഫർട്ട് സക്സസ് ആയി എന്ന് തിരിച്ചറിയുമ്പോൾ വളരെ വലിയ ഒരു സന്തോഷം തോന്നുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അതിനെപ്പറ്റി പറഞ്ഞതിനും നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. ദെൻ ലിൻസ് പറഞ്ഞതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഞാൻ ആ ഒരു ആസ്പെക്റ്റിലേക്ക് പോയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ടെക്നിക്കൽ റെസിഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നാളെ കേരളത്തിലൊരു എയിംസ് വരുന്നു എന്ന് കരുതുക. ഓക്കെ, നിങ്ങൾ എവിടെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോർണറിൽ ഏതെങ്കിലും എയിംസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ പോലും ഒരു കാലത്ത് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഓപ്ഷനാണ് പറയുന്നത്. അന്ന് ടെക്നിക്കൽ റെസിഗ്നേഷൻ കൊടുത്ത് വിത്തിൻ 1 മന്തിൽ നമ്മൾ സർവീസ് ലാബ്സ് ഇല്ലാതെ അവിടെ ജോയിൻ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഏത് പേയോട് കൂടിയാണോ നമ്മൾ ആ ഒരു കോർണറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതേ പേയോട് കൂടി അതിൻ്റെ അടുത്ത ലെവലിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ എത്തിച്ചേരാൻ പറ്റും. മനസ്സിലായല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഈ 5 വർഷം കഴിഞ്ഞാൽ വിത്ത് സാലറി
പഠിക്കാനുള്ള MSc പോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രൊവിഷൻസ് കിട്ടുന്നു. ദെൻ ഈ സെൻട്രൽ ഗവൺമെൻറ് ജോലിയുടെ ഗുണകരമായുള്ള മറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം 6 ദിവസം ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ഓഫ് കിട്ടുന്നു എന്നുള്ള ആ ലെവലിൽ നിന്ന് 5 ദിവസം ജോലി ചെയ്യുമ്പോൾ 2 ഓഫ് കിട്ടുന്ന രീതിയിൽ മാസം 8 ഓഫ് എന്നുള്ള രീതിയിലാണ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ഓരോരുത്തരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലേ? അതൊക്കെ ഇതിനകത്ത് കിട്ടുന്ന ആഡഡ് എഫക്റ്റുകളാണ്. ദെൻ ഈ സ്ത്രീകൾ ഈ സർവീസിലേക്ക് വരുന്ന സമയത്ത് ചൈൽഡ് കെയർ ലീവ് എന്ന് പറഞ്ഞ് ഏകദേശം 2 വർഷത്തോളം അവരുടെ കുട്ടികളുടെ പഠനത്തിനും ആരോഗ്യകരമായിട്ടുള്ള ഇഷ്യൂസിനും അവർക്ക് എടുക്കാൻ പറ്റും എന്ന് പറയുന്ന മറ്റൊരു പ്രിവിലേജാണ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ ലിൻസു? അപ്പോൾ അത്തരത്തിലുള്ള നിരവധി അവസരങ്ങൾ ഒരു അതെ അതെ, ഒരു തീർച്ചയായിട്ടും നമുക്ക് അപ്പോൾ ചൈൽഡ് കെയർ ലീവ് നമ്മളുടെ ഇപ്പോൾ നമുക്ക് 2 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് 18 വയസ്സ് ആകുന്നത് വരെ നമുക്ക് CCL അവൈൽ ചെയ്യാൻ പറ്റും. നമുക്ക് എമർജൻസി ആയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ട് നമ്മൾ റൊട്ടേഷൻ വൈസ് നമ്മൾ നഴ്സിംഗ് ഓഫീസേഴ്സ് മാറി മാറി CCL എടുക്കാറുണ്ട്. 2 വർഷത്തെ ലീവ് നമുക്ക് കിട്ടും. അത് മറ്റേണിറ്റി ലീവിന്റെ കൂടെയോ അതല്ലാതെ കുട്ടിക്ക് 18 വയസ്സാവുന്നിടം വരെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അത് അവൈൽ ചെയ്യാൻ പറ്റും. അതേപോലെ ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറഞ്ഞ് ഓരോ വർഷവും 35,000 രൂപയോളം ഒരു കുട്ടിക്ക് വീതം കിട്ടുന്ന അടുത്ത ഒരു കാര്യം. നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഓരോ വർഷം 35,000 രൂപ വെച്ച് സെൻട്രൽ ഗവൺമെൻറ് തരികയാണ്. 33 സംതിങ് ആണ് കറക്റ്റ് വാല്യൂ വരുന്നത്. അപ്പം അത് 2 കുട്ടികൾക്ക് വരെ കിട്ടും. അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എനിവേ, ഇതൊരു വലിയ അവസരമാണ്. ഈ ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ, നിങ്ങളിതൊക്കെ അറിഞ്ഞ് കഴിയുന്നത് ചിലപ്പോൾ 38-ാമത്തെ വയസ്സിലോ 40-ാമത്തെ വയസ്സിലോ ആണെങ്കിൽ പിന്നീട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾക്ക് ഒരു വർഷമെങ്കിലും നിങ്ങൾക്ക് ഇനി പരീക്ഷ എഴുതാൻ വേണ്ടി ബാലൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ അവസരങ്ങൾ ഉപയോഗിക്കുക, പ്രയോജനപ്പെടുത്തുക. ഓക്കെ. എനിവേ, ഞാൻ ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടുക. നക്ഷൽ, മൈ ഫസ്റ്റ് ഇയർ പ്രിപ്പയർഡ് വൈവ എക്സാമിനേഷൻ. ഓക്കെ, താങ്ക് യു. നക്ഷലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നതിൽ വളരെ വളരെ സന്തോഷം. RRBക്ക് കുറച്ചുകൂടെ ഡെപ്തിൽ പ്രിപ്പയർ ചെയ്യണം PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ. നഴ്സിംഗ് ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്യാൻ നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിനേഷൻ വരുന്നുണ്ട്. അതേപോലെ AP എക്സാമിനേഷൻ വരുന്നുണ്ട്. AP എക്സാമിനേഷന് 3 വർഷം അവർ ക്ലിനിക്കലല്ല ടീച്ചിങ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. നഴ്സിംഗ് ഫാക്കൽറ്റി നഴ്സിംഗ് ട്യൂട്ടർ ആണെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. സിനു ഉണ്ടോ ലൈനിൽ? കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ മോട്ടിവേഷൻ വേണം. മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ മെൻറ്റർ വേണം. ഇതാണ് അതിൻ്റെ ഒരു ട്രാക്ക്. സാറേ, പറഞ്ഞു. ഞാൻ ജിതിനാ സംസാരിക്കുന്നത്. ഞാനും 2010 BSc കഴിഞ്ഞാണ്. അപ്പം ഓക്കെ. സാറിന്റെ ബുക്ക് എനിക്കും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഞാൻ അത് നോക്കാറുണ്ട്. എല്ലാവരും കൺസോളിഡേറ്റഡ് ആയിട്ട് എല്ലാ പോയിന്റ്സും ഒരു റെഫറൻസ് ഗൈഡ് നമ്മൾ ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് മൊത്തത്തിലൊരു കയ്യിൽ ഒതുക്കുന്ന രീതിയിൽ സാർ അത് നല്ലോണം ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒത്തിരി ബുദ്ധിപരമായി വളരെ ഹെൽപ്ഫുൾ ആണ്. രണ്ടാമത്തെ കാര്യം സാർ, ഞാൻ ചോദിക്കാൻ വന്നത്, ചില സമയത്ത് നമ്മൾ ഈ MCQs ഇത് ചെയ്യുമ്പോഴേ നമുക്ക് ചിലപ്പം 4 ഓപ്ഷനകത്ത് 2 നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ്. ചില സമയത്ത് നമുക്ക് വളരെ ഹാർഡായിട്ടുള്ള ചിലപ്പം ഉത്തരവേ അറിയത്തില്ലായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ സാറ് സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്? നമ്മൾ അതിനകത്ത് അറ്റംപ്റ്റ് ചെയ്യണോ? ഒരു വലിയ മേഖലയാണ് വിപിൻ ചോദിച്ചത്. ഞാൻ ഇതിനു വേണ്ടി MCQ ഹാൻഡ്ലിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വിപിൻ ചോദിച്ച ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ 4 ഓപ്ഷനും ആൻസർ ആണ് എന്നുള്ള സംശയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ക്വസ്റ്റ്യൻസ്. മനസ്സിലായല്ലേ? ക്രിട്ടിക്കൽ തിങ്കിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്തെടുക്കാൻ പറ്റണം നമുക്ക്. 4 ഓപ്ഷനും ശരിയാണല്ലോ എന്നുള്ള ഒരു തോന്നൽ വരും. അങ്ങനെയുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോൾ PSCക്കോ എയിംസോ ലെവലിൽ ചോദിച്ച് കാണുന്നില്ല. മനസ്സിലായല്ലേ? പക്ഷെ അതേസമയം NCLEX RN പോലുള്ള എക്സാമിനേഷൻ എഴുതുമ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിൽ വരും. നമുക്ക് വരുന്ന സംഭവം സെമി ക്രിട്ടിക്കൽ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് ഇപ്പോൾ വിപിൻ പറഞ്ഞു വെച്ച 2 ഓപ്ഷനിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത്.
പിടിയിട്ടില്ലേ? അപ്പൊ ഈ അതെ രണ്ട് അതെ ഓപ്ഷനിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട ഏറ്റവും വലിയ സ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാലിസിസ് ലെവലിലുള്ള ഒരു ഒരു ലേണിംഗ് ആണ്. അനാലിസിസ് ലെവലിലുള്ള ലേണിംഗ് ചുരുക്കി പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഫീൽ ചെയ്ത് പഠിക്കണം. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. പെർസെപ്ഷൻ ആൻഡ് സെൻസേഷൻ. ഓക്കെ, അപ്പോൾ സെൻസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ വിപിനെ ഒന്ന് ടച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ വിപിനെ ഒന്ന് ടച്ച് ചെയ്തു, വിപിൻ അറിഞ്ഞു, വിപിൻ തിരിഞ്ഞു നോക്കി. ഓക്കെ, അപ്പോൾ ആ ഫീലാണ് സെൻസേഷൻ. അതേസമയം ഞാൻ ആ ടച്ച് ചെയ്തത് ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ എന്ന് വിപിൻ തിരിച്ചറിഞ്ഞ് എന്നോട് പ്രതികരിക്കുന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സെൻസേഷന്റെ കൂട്ടത്തിൽ ഒരു ബ്രെയിൻ ആക്ടിവിറ്റി കൂടി വരുമ്പോഴാണ് അത് പെർസെപ്ഷൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചു വെച്ച സെൻസേഷനും പെർസെപ്ഷനും ഏകദേശം ഒന്നാണെന്ന് വിചാരിച്ചിരിക്കുന്ന കൺസെപ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആയ രണ്ട് കാര്യങ്ങളാക്കി ഞാൻ മാറ്റി. മനസ്സിലായല്ലേ? ഓക്കെ സാർ. നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഇതിന്റെ ആൻസർ സെൻസേഷൻ ആണോ പെർസെപ്ഷൻ ആണോ എന്ന് കൺഫ്യൂഷനിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഈ ഒരു തിരിച്ചറിവുള്ള കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ പിടികിട്ടിയല്ലോ. ഇപ്പൊ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കും ആ ഒരു രീതിയിൽ ആ ലേണിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് അനാലിസിസ് ലെവൽ ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യത്തെയാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ തന്നെ റെസ്റ്റിംഗ് ട്രെമർ എന്ന് പറയുന്ന സംഭവമുണ്ട്, ഇന്റൻഷണൽ ട്രെമർ എന്ന് പറയുന്ന സംഭവമുണ്ട്. മനസ്സിലായല്ലേ? ഈ റെസ്റ്റിംഗ് ട്രെമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൈ വിറച്ചിരിക്കും. മറ്റേത് നമ്മൾ ഒരു ടേബിളിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു, വെള്ളം അവിടെ ഇരിക്കുന്നു, വെള്ളം എടുത്തൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ച് വെള്ളത്തിന്റെ അടുത്ത് കൈ എത്തുമ്പോൾ കൈ വിറച്ചു തുടങ്ങും. ദാറ്റ് ഈസ് ഇന്റൻഷണൽ ട്രെമർ. മനസ്സിലായപ്പോ വിപിന്? മനസ്സിലായോ? ഈ ക്ലാരിറ്റിയോടുകൂടി ഏത് അധ്യാപകന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ അവിടെ ആ കുട്ടി അനാലിസിസ് ലെവലിലെ കാര്യങ്ങൾ ലേൺ ചെയ്യും. അവിടെ ഈ കൺഫ്യൂഷൻ ഇല്ലാതാവും. മനസ്സിലായല്ലേ? സെറിബെല്ലാർ ഇഷ്യൂ ഉള്ള ഒരു വ്യക്തിക്ക് ഏത് ട്രെമറാ വരുന്നതെന്ന് നോക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ട്രെമറും വരാമല്ലോ എന്നാണ് നമ്മുടെ മനസ്സിലുള്ള കാര്യം. പക്ഷെ ഓരോന്നിനും ഓരോ ഇന്റൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഓരോ സ്ട്രാറ്റജി ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുമ്പോഴാണ് അത് ആ കറക്റ്റ് ഫോക്കസ് ഓഫ് ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത്. പിടിയിട്ടില്ലേ? അപ്പോൾ അത് ഞാനൊരു MCQ സ്കിൽ എന്ന് പറയുന്ന ഒരു സംഭവം പിന്നെ എപ്പോഴെങ്കിലും സിനിമ അവസരം തരുമ്പോൾ ഞാൻ വരാം. ഞാനത് ഹാൻഡിൽ ചെയ്യാം ഇവിടെ തന്നെ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സിനു ഉണ്ടോ ലൈനിൽ? സിനു ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, നക്ഷൽ ഓൺലൈനില്ല, ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. നക്ഷലിൻ്റെ ഇപ്പോൾ 3rd എഡിഷനാണ് ഇപ്പോൾ പോകുന്നത്. 2022 ഇറങ്ങിയ 3rd എഡിഷനാണ്. നിങ്ങൾ ഈ നമ്പറിൽ തന്നെ എന്നെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി, 9562929930. ഞാനത് ഇപ്പോൾ കുറച്ച് ഔട്ട് ഓഫ് സ്റ്റോക്കിൽ പോകുന്നു, കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയും കയ്യിലുണ്ട്, അത് അവൈലബിൾ ആക്കി തരാം. ഓക്കെ, അത് പേടിക്കണ്ട. ഓക്കെ ഓക്കെ സാർ. ഓക്കെ. ശ്രീജി ചോദിച്ച ക്വസ്റ്റ്യനാണ് ഞാൻ ഒന്ന് പറഞ്ഞത്. RRB എവരി ഇയർ എക്സാം ഇല്ലേ? എല്ലാ വർഷങ്ങളും ഇല്ല, ഏകദേശം ഒരു 2 വർഷം കൂടുമ്പോഴാണ് RRB വരുന്നത്. നേരത്തെ എന്ന് പറയുമ്പോൾ ഓരോ സോണുകാർ നടത്തുമായിരുന്നു. മനസ്സിലായത്? സദേൺ നോർത്തേൺ ഓരോ സോണുകാർ നടത്തുമായിരുന്നു. ഇപ്പോൾ സോണൽ എക്സാമിനേക്കാൾ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത എക്സാം നടക്കുന്നത്. സോ ഒരു 2 വർഷമൊക്കെ കൂടുമ്പോഴാണ് RRB വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഏജൻസി നടത്തിയത് ഫുള്ളി റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ RRB വന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ വർഷവും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു 2 വർഷമെങ്കിലും ഗ്യാപ്പ് വരാറുണ്ട് സാധാരണ. BSc നഴ്സിംഗ് കഴിഞ്ഞു, 3 വർഷം OPയിൽ വർക്ക് ചെയ്തു, 6 വർഷം വർക്കുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ 39ാമത്തെ വയസ്സിൽ ജോലിക്ക് അപ്ലിക്കേഷൻ കൊടുത്ത 42ാമത്തെ വയസ്സിൽ സർവീസിൽ കയറിയ ഒരു കുട്ടിയുടെ ഞാൻ പറഞ്ഞു, ആ കുട്ടിക്ക് കഴിയുമെങ്കിൽ യു ക്യാൻ. ആ കുട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 20 കൊല്ലം ഗ്യാപ്പ് എന്നാണ് അന്ന് എന്നോട് പറഞ്ഞത്. 19ഓ 20ഓ വയസ്സിൽ GNM കംപ്ലീറ്റ് ചെയ്ത 20 കൊല്ലത്തെ ഗ്യാപ്പുള്ള ആ കുട്ടിക്ക് പറ്റുമെങ്കിൽ കേവലം 6 കൊല്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 1/3 പോലും ഇല്ല. ഈസ് ഇറ്റ് ക്ലിയർ അനു? യെസ് സർ. യെസ്. എനിത്തിങ് എൽസ്? അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് മസ്റ്റായിട്ടും സിനുവിന് കൊടുക്കണം, എനിക്കും തരണം. കുറച്ചെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ
നിങ്ങൾ അത് വ്യക്തമാക്കുക. ഇതുപോലുള്ള സെക്ഷൻസ് വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയുള്ള ഊർജ്ജമാണ് അത് പകർന്നു നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഒരിത്തിരിയെങ്കിലും നിങ്ങൾക്ക് കുറേ ഇന്നലെ വരെ ഇല്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിജയിച്ചു. ഓക്കെ, അപ്പോൾ സമയം കണ്ടെത്തി എംനെയിൽ കേരള PSC ക്രാക്കിംഗ് കോഴ്സ് ഉണ്ട്, PSC കോച്ചിങ് നടക്കുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും താങ്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്ഷൻസ് ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു തരും. കൂടുതൽ ആൾക്കാരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുക. ഓക്കെ.